ജീവിക്കാൻ സ്വതന്ത്ര രാജ്യം പൂവണിയാൻ പോരാടുന്ന ഫലസ്തീനികളെ നിങ്ങൾക്കായി നേരുന്നു ഐക്യദാർഢ്യം മുസ്ലിം ലീഗിന്റെ ഐക്യദാർഢ്യം മനുഷ്യ പിശാചിന നെതന്യാഹു ചോരക്കൊതിയൻ ഇസ്രായേൽ ധിക്കാരികളുടെ ലോകചരിത്രം അറിയുക നിങ്ങൾ എന്തെന്ന് ഫിർഔനിന്റെ ഫറോവമാരുടെ പതനത്തിന് ലോകചരിത്രം സാക്ഷിയെങ്കിൽ ദൈവം സാക്ഷി കാലം സാക്ഷി ഇസ്രായേലും മണ്ണടിയും ധിക്കാരത്തിന്റെ അറുതി വരും അന്നൊരു പുഞ്ചിരി പൂവിടരും കുഞ്ഞു ഫലസ്തീൻ മക്കളുടെ ഐക്യദാർഢ്യം ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം മുസ്ലിം ലീഗ് സിന്ദാബാദ് ജില്ലാ സമ്മേളനം സിന്ദാബാദ് ഭരണഘടന അട്ടിമറിച്ചും നീതിന്യായം വകവെക്കാതെയും വളഞ്ഞ വഴികൾ ഉപയോഗിച്ചും വോട്ട് ചോരി നടത്തിക്കൊണ്ടും അധികാരത്തിൽ തുടരുകയാണ് നാണം കെട്ട മോഡി സർക്കാർ അച്ചാദിൻ വരുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ എത്തിയവർ മതം പറഞ്ഞും ജാതി പറഞ്ഞും മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിച്ചും ധിക്കാരങ്ങൾ തുടരുന്നു വെറുപ്പ് വിൽക്കും കമ്പോളങ്ങൾ രാജ്യത്താകെ തുറന്നു വെച്ച മോഡി അമിത്ഷാധികാരികളെ നിങ്ങൾ നടത്തും ദുർഭരണത്തിൽ രാജ്യമാകെ തളരുന്നു മുസ്ലിം ലീഗ് സിന്ദാബാദ് ജില്ലാ സമ്മേളനം സിന്ദാബാദ് വോട്ട് ധരിച്ച മോദിക്കൊപ്പം ചുവട് പിടിച്ച് ദ്രോഹിക്കുന്നു മുണ്ടു ധരിച്ച കേരള മോഡി സംഘ് പരിവാർ ആശ്രിത വത്സൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വർഗീയതയുടെ കൊടിയ വിഷങ്ങൾ വിതറി നടക്കും വിഷജീവികളെ നമ്മുടെ ജാഥ ഇനിയും ഇങ്ങോട്ട് കടന്നു വരാനുണ്ട്. ഈ ജാഥയിൽ വന്നിട്ടുള്ള മുഴുവൻ സഹോദരന്മാരും ഈ സദസ്സിലേക്ക് കടന്നിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ നിയോജക മണ്ഡലമാണ് ആ ബാൻഡ് മുട്ട് കേൾക്കുന്നത്. ഇനിയും 7 നിയോജക മണ്ഡലങ്ങൾ ഈ സമ്മേളന നഗരിയിലേക്ക് കടക്കാനുണ്ട്. അൽഹംദുലില്ലാഹ്, ഇന്ന് രാവിലത്തെ കാലാവസ്ഥ കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഭയപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ഒരു പ്രകടനം നടത്താൻ കഴിയുമോ എന്ന് നമ്മൾ ശങ്കിച്ചതാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ സ്വപ്നം കണ്ട രൂപത്തിനേക്കാൾ ഉപരി ഭംഗിയായി നമുക്ക് പ്രകടനം നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും ഇതിലേക്ക് കടന്ന് ഇരിക്കുന്നതിന് വരെ നിങ്ങളെല്ലാവരും ക്ഷമിക്കണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള നമ്മുടെ പ്രവർത്തകന്മാർ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ള കസേരകളിൽ ഇരിക്കണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വൈറ്റ് കാർഡിന്റെ സിലോട്ട് സ്വീകരിക്കലാണ് അടുത്ത നടക്കാൻ പോകുന്ന ചടങ്ങ്.
സ്വാതന്ത്ര്യത്തിന്റെ ചോരപ്പാടുകളിൽ പകച്ചുപോയ മുസ്ലിം ഇന്ത്യയുടെ വിളറിയ ആകാശത്ത് പ്രകാശ നിർഭരമായൊരു മേഘക്കീറ് പടർന്നു. ആശ്വാസവചനങ്ങളുമായി ഇനിയാരും വരാനില്ലെന്ന പേടി കാഴ്ചകളുടെ രാപ്പകലുകളിൽ ഒരുക്കി അമരുമ്പോൾ നിലനിൽപ്പിന്റെ വടിയും സുരക്ഷിത ബോധവുമായി അർദ്ധചന്ദ്ര നക്ഷത്ര താരാങ്കിതമാം ഹരിത പതാക നെഞ്ചോട് ചേർത്ത് കടന്നു വന്ന മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വെള്ളവും വളവും നൽകി നട്ടുവളർത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഞാനൊരു മുസ്ലിം ലീഗുകാരനാണെന്നതിൽ ഹിമാലയത്തോളം അഭിമാനിക്കുന്നുവെന്ന് ഈ പ്രസ്ഥാനത്തിന്റെ തകർച്ച കുതിച്ചവരുടെ ശ്രവണപുടങ്ങളിൽ നിസ്സങ്കോചമുദ്ഘോഷിച്ച മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ആവേശം പകർന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കാരുണ്യത്തിന്റെ കൈലേസ് കൊണ്ട് പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പി ഉന്നതമായ മാനവിക ബോധവും ഉദാത്തമായ സാമൂഹിക പ്രതിബദ്ധതയും ഉയർത്തിപ്പിടിച്ചു മലയാളക്കരയിൽ സമാധാനത്തിന്റെ അവധൂതനായി സകലർക്കും സാന്ത്വനം പകർന്ന് ഇന്ന് പാണക്കാട് മഖബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന യാ സയ്യിദേ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും പകർന്നേകിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലുകളിൽ ഈ അഗസ്ത്യർ ജനവിഭാഗത്തിന്റെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് വേണ്ടി രാജ്യത്തിന്റെ നീതിപീഠങ്ങൾക്ക് മുമ്പിൽ പോരാട്ടങ്ങളുടെ കഥക് തുറന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അജീയമെന്ന് പാലക്കാടൻ കോട്ട പോലെ ഈ മണ്ണിൽ അജീയമാണ് ഈ ഹരിത പടയണിയെന്ന് ആവേശപൂർവ്വം വിളിച്ചറിയിച്ചു മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഔപചാരികമായ നടപടിക്രമങ്ങൾ നമ്മുടെ വേദിയിലൂടെ ആരംഭിക്കുകയാണ്. എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈറ്റ് ഗാർഡിന്റെ സല്യൂട്ട് സ്വീകരിക്കുന്ന നേതാക്കന്മാർ സല്യൂട്ട് സ്വീകരിക്കുന്ന ചടങ്ങാണ്. നേതാക്കന്മാർ മുൻ റോയില് അണിനിരക്കണം എന്ന് അറിയിക്കുന്നു. വൈറ്റ് ഗാർഡുകളെ ക്യാപ്റ്റന്മാർ അതിനെ വൈറ്റ് ഗാർഡുകളെ ഒരുക്കണം എന്ന് അറിയിക്കുന്നു. വൈറ്റ് ഗാർഡ് സല്യൂട്ട് സ്വീകരിക്കുകയാണ്. ജില്ലാ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി സലാം സാഹിബ് ഉൾപ്പെടെയുള്ള സലാം സാഹിബ്
ഹലോ ഹലോ ചെക്ക് ചെക്ക് ഹലോ 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 ചെക്ക് 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 ഹലോ അതിജീവന രാഷ്ട്രീയത്തിന്റെ 7ാം പതിറ്റാണ്ടെന്ന പ്രമേയത്തിൽ പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ഐതിഹാസിക മഹാസമ്മേളനത്തിന് ഈ വേദി ഇവിടെ സാക്ഷിയാവുകയാണ്. സ്വാതന്ത്ര്യാനന്തരം ചരിത്ര സന്ധികളിൽ പകച്ചുപോയൊരു സമൂഹത്തിന് ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും എല്ലാം അന്യമായ സമയത്ത് ലക്ഷ്യവും പ്രതീക്ഷയും നഷ്ടപ്പെട്ടവർക്കിടയിൽ പിറന്ന നാടിനെ സംരക്ഷിക്കാൻ സ്വന്തം മകനെ ഭാരതത്തിന് സമർപ്പണം ചെയ്ത മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് 7 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷ പിന്നാക്ക ദളിത് ജനതയ്ക്ക് ആശയും ആവേശവുമായി പടുത്തുയർത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രിയമുള്ളവരെ, നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ സൈഡിലൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ കസേരയുണ്ട്. സഹോദരിമാരിയ്ക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ബാക്കിലൊക്കെ കസേര ഉണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ജില്ലയിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിന് വേണ്ടി പോരാടി നമ്മോട് വിട പറഞ്ഞ 77 പ്രഗത്ഭരായ നേതാക്കന്മാരുടെ പേരിലുള്ള ഫോട്ടോകളാണത്. ആ കൊടിമരവും അവിടെ ആ കൊടിമരത്തിൽ ചാരി നമ്മുടെ ഭാരം കൊടുത്താൽ അത് താങ്ങാനുള്ള ഒരു കലിപ്പ് ഈ മഴ പെയ്തുകൊണ്ട് അതിനില്ല. അതുകൊണ്ട് ആ കാലുകളൊക്കെ ഒഴിച്ചു നിർത്തണം എന്ന് സൂചിപ്പിക്കുന്നു. ആ ഫോട്ടോകൾ കൃത്യമായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പരിപാടി ഔദ്യോഗികമായി തുടങ്ങേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിക്കുടി സാഹിബും 20 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിച്ചേരും. കൃത്യമായിട്ടാണ് പറയുന്നത്. അതുവരെ ഒരുപാട് പ്രാസംഗികന്മാരുടെ നീണ്ട നിര തന്നെ നമ്മുടെ വേദിയിലുണ്ട്. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ PK ഫിറോസ് നിങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അദ്ദേഹത്തെ ആദര പുരസ്സരം ക്ഷണിക്കുന്നു. ആടിയുലയുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾക്കിടയിലും കൈരളിയുടെ യൗവനത്തെ അണയാതെ കാത്ത മുസ്ലിം യൂത്ത് ലീഗിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PK ഫിറോസ് ഈ മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സലാം സാഹിബ് ഉൾപ്പെടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ ബഹുമാന്യരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട മരക്കാർ മൗലവി നാരായണനിലവും സിദ്ദീഖ് സാഹിബ് ഉൾപ്പെടെയുള്ള ജില്ലാ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കരീം സാഹിബ്, കളത്തിൽ അബ്ദുള്ള സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന
പാലക്കാട് ജില്ലയിലെ പാർട്ടിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇക്കഴിഞ്ഞ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഐതിഹാസികമായ സമ്മേളനത്തിന് സമാപനം ഇന്ന് ഇവിടെ കുറിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ റാലി ഏതാനും ചില മണ്ഡലങ്ങൾ മാത്രമാണ് ഈ സദസ്സിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. ഈ റാലി വീക്ഷിച്ച ഒരാൾ എന്ന നിലക്ക് ഞാൻ പറയട്ടെ, പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന അത്യുജ്വലമായ ഒരു റാലിയാണ് നിങ്ങളിവിടെ സംഘടിപ്പിച്ചത്. അതിജീവനത്തിന്റെ 7 പതിറ്റാണ്ട് എന്ന മുദ്രാവാക്യം മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി ഒരു സമ്മേളനം നടത്തുമ്പോൾ പാലക്കാട് ജില്ലക്കാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 948 മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രൂപം നൽകാൻ പ്രചോദനം നൽകിയ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമാണ്. ആ ഉത്തരത്തിന്റെ പേരാണ് പാലക്കാട് എന്നുള്ളത് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകും. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിയ മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ ഈ പാലക്കാട് ജില്ലയിലെ പുതുനഗരമാണ് എന്നുള്ള കാര്യവും നമുക്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ നിന്ന് മലമ്പുഴയിലേക്ക് ടൂർ വന്ന ഒരു ദിവസം ഞാൻ ഓർക്കുകയാണ്. അന്നും ഇതുപോലെ പാലക്കാട് ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിന്റെ റാലി കണ്ടപ്പോൾ എനിക്ക് എപ്രകാരം അഭിമാനം ഉണ്ടായിട്ടുണ്ടോ അതുപോലെ ഇന്നും നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഈ റാലി നടത്തിയപ്പോൾ ഈ സമ്മേളനം കാണുമ്പോൾ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്ന നിലക്കുള്ള അഭിമാനവും സന്തോഷവും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 948 മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഇത്ര വളക്കൂറുണ്ടാകുമെന്ന് അന്ന് മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ച പ്രവർത്തകന്മാർ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല. മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് MSFന്റെ വേദികളിൽ വെച്ച് പ്രസംഗിക്കാറുണ്ടായിരുന്നു. ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുസ്ലിം ലീഗ് എന്ന് വിളിച്ചാൽ കന്യാകുമാരിയിലെ മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയുടെ ഗർഭസ്ഥ ശിശു വയറ്റിൽ കിടക്കുന്ന ഗർഭസ്ഥ ശിശു സിന്ദാബാദ് എന്ന് ഏറ്റുവിളിക്കുന്ന കാലം വരുമെന്ന് CH മുഹമ്മദ് കോയ സാഹിബ് MSFകാരെ നോക്കി അവർക്ക് പ്രതീക്ഷകൾ പകർന്നു നൽകി. മഹാനായ KM സീതി സാഹിബിനോട് ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സംഘടിച്ചാൽ, രാഷ്ട്രീയമായി സംഘടിച്ചാൽ എന്തു നേട്ടമുണ്ടാകും എന്ന് ചോദിച്ചവരുണ്ട്. അവരോട് സീതി സാഹിബ് എന്ന് പറഞ്ഞ മറുപടി, ഇന്ത്യയിൽ ഏകകക്ഷി ഭരണം അവസാനിക്കും. നിങ്ങൾ ഇന്ന് കാണുന്നത് പോലെയുള്ള ഏകകക്ഷി ഭരണമായിരിക്കില്ല ഭാവിയിൽ ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ചെറിയ പാർട്ടികൾ ഈ രാജ്യത്തിന്റെ അധികാര കസേരയിലേക്ക് വരും. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രാജ്യത്തിന് അധികാര പങ്കാളിത്തമുള്ള രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്ന് മഹാനായ KM സീതി സാഹിബ് അന്ന് ഈ ചോദ്യം ഉന്നയിച്ചവരോട് മറുപടി പറഞ്ഞു. അന്നൊരു പഞ്ചായത്ത് പോലും ഭരിക്കുമെന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വിചാരിച്ചിരുന്നില്ല. ഒരു പഞ്ചായത്ത് പോലും ഭരിക്കുമെന്ന് വിചാരിക്കാത്ത മുസ്ലിം ലീഗ് പ്രവർത്തകരെ കളിയാക്കിയവർ, പരിഹസിച്ചവർ, കാലം ഒരുപാട് മുന്നോട്ട് പോയപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇരുന്ന സൗത്ത് ബ്ലോക്കില്ലേ, രാജ്യ തലസ്ഥാനത്ത്, ആ സൗത്ത് ബ്ലോക്കിൽ പ്രധാനമന്ത്രിയുടെ കസേരയ്ക്ക് തൊട്ടടുത്ത്, ആ ഓഫീസിന്റെ തൊട്ടടുത്ത് ഈ പച്ച പതാകയും ചുമലിലേറ്റി മലപ്പുറം ജില്ലയിൽ നിന്ന് വിജയിച്ചു പോയ ഒരു MP കേന്ദ്രമന്ത്രിയുടെ കസേരയിലിരുന്നു. ആ മനുഷ്യന്റെ പേര് E അഹമ്മദ് എന്നായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു. രാഷ്ട്രീയമായി നിങ്ങൾ സംഘടിച്ചാൽ എന്ത് എന്ന ചോദ്യത്തിന്
ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയമായി സംഘടിച്ചാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയത് 2 ദിവസം മുമ്പ് ഗസക്കുള്ള ഐക്യദാർഢ്യം നമ്മൾ കൊച്ചിയിൽ വെച്ച് സംഘടിപ്പിച്ചു. വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ് സംഘടിപ്പിച്ചത്. ആയിരങ്ങൾ അവിടെ അണിനിരന്നു. അവിടെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത് പലസ്തീൻ്റെ അംബാസഡറാണ്. പലസ്തീൻ്റെ അംബാസഡർ അവിടെ തടിച്ചുകൂടിയ 10,000-കണക്കിന് വരുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് പറഞ്ഞു, ഒരു പലസ്തീനി എന്ന നിലക്ക്, ഒരു ഗസയിൽ അഭയാർത്ഥിയായി കഴിയുന്ന എന്റെ മാതാപിതാക്കളുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകരെ കാണുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗാന്ധിജിയെ ഞങ്ങൾ പലസ്തീനികൾക്ക് മറക്കാൻ കഴിയില്ല. നെഹ്റുവിനെ ഞങ്ങൾ പലസ്തീനികൾക്ക് മറക്കാൻ കഴിയില്ല. ഇന്ദിരയെ ഞങ്ങൾ പലസ്തീനികൾക്ക് മറക്കാൻ കഴിയില്ല. എന്നാൽ അതോടൊപ്പം ചേർത്ത് പറയാവുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. ആ പേര് മറ്റാരുമല്ല, മുസ്ലിം ലീഗുകാരനായ ഈ അഹമ്മദാണെന്ന് പലസ്തീന്റെ അംബാസഡർ അവിടെ വെച്ച് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടു. കേന്ദ്രമന്ത്രിയായിരിക്കുന്ന അഹമ്മദ് സാഹിബ് പലസ്തീനിലേക്ക് പോയി. അഹമ്മദ് സാഹിബിന് ടെല്ലവീവിൽ ഇറങ്ങാമായിരുന്നു കേന്ദ്രമന്ത്രി എന്ന നിലക്ക്. അഹമ്മദ് സാഹിബ് പറഞ്ഞു, ഞാൻ ഇസ്രായേലിൽ കാലുകുത്തില്ല, ഞാൻ ടെല്ലവീവിൽ ഇറങ്ങില്ല. ഈജിപ്തിൽ ഇറങ്ങിയിട്ട് റഫ അതിർത്തി വഴി കിലോമീറ്ററുകൾ കാർമാർഗം സഞ്ചരിച്ച് റാമല്ലയിൽ വന്ന് യാസർ അറഫാത്തിനെ ചേർത്ത് പിടിച്ചു അഹമ്മദ് സാഹിബ്. ഇന്ത്യയുടെ സഹായങ്ങൾ കൈമാറി, കോടിക്കണക്കിന് രൂപയുടെ മരുന്നുകൾ കൈമാറി, ആംബുലൻസ് കൈമാറി, മില്യൺ കണക്കിന് ഡോളർ കൈമാറി. ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയമായി സംഘടിച്ചാൽ രാജ്യത്തിനകത്തു മാത്രമല്ല, രാജ്യാതിർത്തി കടന്ന് ലോകത്താരൊക്കെയാണോ മർദ്ദിക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്, അവർക്ക് സഹായം എത്തിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് സാധിക്കുമെന്ന് അഹമ്മദ് സാഹിബ് തന്റെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചു. അതുകൊണ്ടാണ് പലസ്തീൻ അംബാസഡർ ഈ കൊച്ചു കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗുകാർക്ക് അഹമ്മദ് സാഹിബിന് നന്ദി പറഞ്ഞത്. രാജ്യത്തിന്റെ പുറത്തുള്ളവർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, അവർക്ക് സഹായം എത്തിക്കുക എന്നത് മാത്രമല്ല, ലോകത്തെ ഏത് ഭരണകൂടവും ആരെല്ലാം പീഡിപ്പിക്കുന്നോ അവരോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് മാത്രമല്ല, ഇന്ത്യക്കകത്തോ. ഈ രാജ്യം ഭരിക്കുന്ന മോദി ഭരണകൂടം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ബുൾഡോസർ രാജ്യമായി നേരിടുമ്പോ, അവരുടെ വീടുകൾ പൊളിക്കുമ്പോ, ഈ രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് ന്യൂനപക്ഷ വിരുദ്ധമായ ബില്ലുകൾ പാസാക്കുമ്പോ, പാർലമെന്റിനകത്ത് ചോദ്യം ചെയ്യാൻ ഇന്ന് നമുക്ക് 5 എംപിമാരുണ്ട്. 5 എംപിമാർ പാർലമെന്റിനകത്തു മാത്രമല്ല, ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടത്താൻ മാത്രമല്ല, ഈ രാജ്യത്തെ തെരുവുകളിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, ഈ രാജ്യത്തെ ആദിവാസികൾക്ക്, ഈ രാജ്യത്തെ ദളിതന്, ഈ രാജ്യത്തെ പിന്നാക്കക്കാരന് വേണ്ടി സംസാരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അഭിമാനത്തോടുകൂടി സംസാരിക്കും. മലപ്പുറത്ത് നിന്നും, പൊന്നാനിയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും വോട്ട് ചെയ്ത് വിജയിച്ചു പോകുന്ന എംപിമാർ ആ മണ്ഡലത്തിലെ വോട്ടർമാരെ മാത്രമല്ല റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയാണ്, ഈ രാജ്യത്തെ പിന്നാക്കക്കാരനെയാണ്, ഈ രാജ്യത്തെ ആദിവാസിയാണ്, ഈ രാജ്യത്തെ ദളിതനെയാണ്. ഇന്ത്യയുടെ പാർലമെന്റിൽ സാമ്പത്തിക സംവരണം കൊണ്ടുവന്നപ്പോ ഈ രാജ്യത്തെ ആദിവാസികളുടെയും ദളിതന്റെയും അവകാശങ്ങൾ കവർന്നെടുത്ത് മുന്നോക്ക സംവരണം നടപ്പിലാക്കിയപ്പോ ഞാൻ ചോദിക്കട്ടെ, ദളിതന്റെ വോട്ട് നേടി എംപിമാരായവർ എത്ര ഉണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ? ജയിച്ചു പോയ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ? ഇന്ത്യയുടെ പാർലമെന്റിൽ സാമ്പത്തിക സംവരണത്തിനെതിരായി വോട്ട് രേഖപ്പെടുത്തിയ, ആദിവാസികൾക്ക് വേണ്ടി ശബ്ദിച്ച, ദളിതന് വേണ്ടി ശബ്ദിച്ച, പിന്നാക്കക്കാരന് വേണ്ടി ശബ്ദിച്ച 2 രാഷ്ട്രീയ പാർട്ടികൾ. ആ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആണെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. കേരളത്തിൽ നിന്ന് ഒറ്റ രാഷ്ട്രീയ പാർട്ടി, അവർക്കൊക്കെ വേണ്ടി ശബ്ദിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ന് നിരന്തരമായി ന്യൂനപക്ഷ വിരുദ്ധമായ, പിന്നാക്ക വിരുദ്ധമായ, മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, ഈ രാജ്യത്തെ കന്യാസ്ത്രീകൾക്കെതിരെ, ഈ രാജ്യത്തെ ക്രൈസ്തവനെതിരെ, ഈ രാജ്യത്തെ ആദിവാസിക്കെതിരെ, ദളിതനെതിരെ ഈ നാട് ഭരിക്കുന്ന മോദി ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അതിശക്തമായി പടപൊരുതിക്കൊണ്ടിരിക്കുന്നു. ആ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തു പകരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മറ ഏതുമില്ലാതെ
കളങ്കമില്ലാതെ കളങ്കരഹിതമായി രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തു പകരുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പൊ വോട്ട് ചോരിയാണ്. എങ്ങനെയാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഈ രാജ്യത്തിന് അധികാര കസേരയിലേക്ക് വന്നത്? ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരും വിചാരിച്ചു മോദി ഭരണകൂടം താഴെ പോകും. ഇത്ര ജനവിരുദ്ധമായ, ഇത്ര മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഭരണകൂടത്തിന് ആര് വോട്ട് ചെയ്യും? എന്നാൽ മോദി ഭരണകൂടം മൂന്നാമതും ഇന്ത്യയിൽ അധികാരത്തിൽ വന്നു. നമുക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ വിചാരിച്ചത് EVM തട്ടിപ്പായിരിക്കും എന്നാണ്. പക്ഷെ EVMലല്ല തട്ടിപ്പ് നടത്തുന്നത്, വോട്ടിങ്ങിലാണ്, വോട്ടർമാരിലാണ്. അതിന്റെ തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ മാധ്യമങ്ങൾ അറിയിച്ചത്. ഇത്രയും കാലം മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതിരുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് ചെവിയോർക്കേണ്ടി വന്നു. ഇന്ന് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയിലെ യുവത്വം കേൾക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശബ്ദം, അത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടേതാണ്. ആ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിന് ശക്തി പകരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അന്നും ഇന്നും നമ്മളെല്ലാ കാലവും എടുത്ത നിലപാടാണ് കോൺഗ്രസ് അല്ലാതെ ഒരു ബദലില്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി. കോൺഗ്രസിന് ബദലുണ്ടാക്കാൻ പോയവരുണ്ട്. പക്ഷെ എല്ലാ കാലവും ലീഗ് പറഞ്ഞു കോൺഗ്രസിന് പോരായ്മകളുണ്ട്, പക്ഷേ കോൺഗ്രസിന് മറ്റൊരു ബദലില്ല. കോൺഗ്രസിനെ തകർത്താൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്നത് RSS ആണ്, BJP ആണ്. ലീഗ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ന് ഇന്ത്യയിൽ യാഥാർത്ഥ്യമായി. ഇന്ന് ലീഗ് പറഞ്ഞത് വാക്കുകൾ അംഗീകരിക്കാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. നമ്മൾ അന്നും ഇന്നും പറഞ്ഞു നമ്മൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ രാജ്യത്തെ മനുഷ്യർക്ക് വേണ്ടി പോരാടുന്ന നേതാക്കന്മാരുടെ കൂടെ നമ്മൾ നിൽക്കുന്നു. ഇന്ത്യയുടെ പാർലമെന്റിൽ മാത്രമല്ല, കേരളത്തിനകത്തേക്ക് വരൂ. ഈ നാട്ടിൽ ന്യൂനപക്ഷ വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ, ജനവിരുദ്ധമായ ഒരു ഭരണമാണ് പിണറായി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയേറെ ജനവിരുദ്ധമായ ഒരു ഭരണം നമ്മൾ മലയാളികൾ എന്തെല്ലാം അതിജീവിച്ചവരാണ്. മലയാളിക്കൊരു പ്രാധാന്യമുണ്ട്, കേരളത്തിന് ഒരു പ്രാധാന്യമുണ്ട്. നമുക്കൊരു പ്രതിസന്ധി വന്നാൽ ആ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കും. നിപ്പ വന്നപ്പോ ആ നിപ്പയെ നമ്മൾ അതിജീവിച്ചവരാണ്. കോവിഡ് വന്നപ്പോ ആ കോവിഡിനെ നമ്മൾ അതിജീവിച്ചവരാണ്. 2 തവണ പ്രളയം വന്നപ്പോ ആ പ്രളയത്തെ നമ്മൾ അതിജീവിച്ചവരാണ്. ആ അതിജീവിച്ച മലയാളി, ഒരു സംശയം വേണ്ട, നരേന്ദ്രമോദിയെ മാത്രമല്ല കേരളം ഭരിക്കുന്ന പിണറായി വിജയനെയും അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഈ നാട് അതിജീവിക്കും. അത്രയേറെ ജനവിരുദ്ധമായ ഒരു ഭരണമല്ലേ ഈ നാട്ടിൽ നടക്കുന്നത്? ന്യൂനപക്ഷ വിരുദ്ധമായ ഒരു ഭരണമല്ലേ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കാഴ്ച എന്താണ്? അങ്ങേയറ്റം വർഗീയത പറയുന്ന, വിഷം വമിപ്പിക്കുന്ന, വിദ്വേഷം വമിപ്പിക്കുന്ന പ്രസ്താവന നടത്തിയ ഒരു നേതാവിനെ മുഖ്യമന്ത്രിയുടെ കാറിൽ കൂടെ ഇരുത്തി യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ? നമ്മളൊരു സംഘടനയ്ക്കെതിരല്ല, ഒരു സമുദായത്തിനും എതിരല്ല. SNDPയും ഈഴവ സമുദായവും ഒക്കെ ഈ നാടിന്റെ പുരോഗതിക്ക് വഹിച്ച പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ശ്രീനാരായണ ഗുരുവിന്റെ പാതകളെ, ഏത് പാതയിലാണോ അദ്ദേഹം സഞ്ചരിച്ചത് അതിന് നേർ വിപരീതമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ആ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ എത്ര പ്രസംഗങ്ങൾ ഒരു ജില്ലയെ ആക്ഷേപിക്കുന്ന, ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്ന, അധികാരം മുഴുവൻ മലപ്പുറം ജില്ലയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മലപ്പുറം ജില്ലയാണ് നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർ വേറെ രാജ്യമാണ്, അവിടെ മറ്റാളുകൾക്ക് താമസിക്കാൻ കഴിയില്ല എന്ന അങ്ങേയറ്റത്തെ വിദ്വേഷം പറയുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോയത് നമ്മൾ കണ്ടു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മക്കളെയും മരുമക്കളെയും അല്ലാതെ മരുമകനായ പൊതുമരാമത്ത് മന്ത്രിയെ വരെ കാറിൽ കയറ്റിയത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഈ വിദ്വേഷം പറയുന്ന ഒരാളെ കാറിൽ കയറ്റിയത്. ഏത് പരിപാടിക്ക്? ആ പരിപാടിയിൽ ആരുടെ ആശംസയാണ് വായിച്ചത്? ബുൾഡോസർ രാജ് നടപ്പിലാക്കി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വീടുകൾ തകർക്കുന്ന യോഗി ആദിത്യനാഥിന്റെ ആശംസ കാർഡ് വായിക്കുന്നത് അവിടെ ആരാ? VN വാസവൻ. എന്തൊരു ആവേശം! കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സാക്ഷി നിർത്തി യോഗി ആദിത്യനാഥിന്റെ ആശംസകൾ വായിക്കുന്ന ഒരു നാടായി കേരളത്തെ മാറ്റുന്നു. ഈ മുഖ്യമന്ത്രിക്ക് ഒരു കാര്യം അറിയില്ല. വർഗീയവാദികളെ, വിദ്വേഷം പറയുന്നവരെ പുറങ്കാല കൊണ്ട് ചവിട്ടി ഓടിച്ച മണ്ണാണ് ഈ കേരളമെന്ന് ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി മറന്നു പോകരുത്. എന്നിട്ടോ
ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. ആര്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആചാര ലംഘനം നടത്തിയിട്ടാണ് ഈ നാട്ടിൽ നവോത്ഥാനം ഉണ്ടായത് എന്ന് നാട് നീളെ പ്രസംഗിച്ച കമ്മ്യൂണിസ്റ്റുകാർ തെരഞ്ഞെടുപ്പ് വരുമ്പോ ആഗോള അയ്യപ്പ സംഘം ഇത് കാപട്യമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിലേക്ക് സ്ത്രീ പ്രവേശനം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നപ്പോ ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒരു നിമിഷത്തിൽ ആശങ്കയിലായി. എന്തു പറയണമെന്ന് ഒരാശങ്കയുമില്ലാതെ ആദ്യമായി ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്, ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിച്ച് അവിടെ വിശ്വാസത്തിൽ ഇടപെടരുത് എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവിന്റെ പേര് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നാണ്. ഒരാളും പറഞ്ഞിട്ടില്ല, അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞിട്ടില്ല. നമ്മളന്ന് വിശ്വാസികളോടൊപ്പം നിന്നു, നമ്മളന്ന് ഹിന്ദുമത വിശ്വാസികളോടൊപ്പം നിന്നു. മാത്രമല്ല, ആചാരം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദുമത വിശ്വാസികൾ ഈ തെരുവിലിറങ്ങി സമരം ചെയ്തപ്പോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ നാരങ്ങാ വെള്ളവുമായി പോയി അവരെ സ്വീകരിക്കാൻ. എന്താ നമ്മളെ കളിയാക്കിയത്? നാരങ്ങാ ലീഗ്, അയ്യപ്പ ലീഗ്. അയ്യപ്പ ലീഗ് എന്ന് ആക്ഷേപിച്ചപ്പോ നമ്മൾ പറഞ്ഞു ശരിയാണ്, ഹിന്ദുമത വിശ്വാസികളെ ചേർത്ത് പിടിച്ചതിന്റെ പേരിൽ ഞങ്ങൾ അയ്യപ്പ ലീഗ് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളൊരു സർട്ടിഫിക്കറ്റ് ആയി എടുക്കും. അവർക്ക് നാരങ്ങാ വെള്ളം കൊടുത്താൽ, ഞങ്ങളെ നാരങ്ങാ ലീഗ് എന്ന് വിളിച്ചാൽ ഞങ്ങളൊരു അഭിമാനമായി എടുക്കും. അന്ന് ആ വിശ്വാസികളുടെ കൂടെ നിന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അന്ന് നമ്മളെ ആക്ഷേപിച്ചവർ ഇന്ന് യോഗി ആദിത്യനാഥിനെ പച്ചപ്പരവതാനി വിരിച്ച് ഇന്ന് അയ്യപ്പ സംഗമം നടത്തുന്നു. എന്തിനു വേണ്ടി? 4 വോട്ടിന് വേണ്ടി. വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പ ഭക്തനാണെന്ന് പറയുമ്പോ ഒരക്ഷരം മറുപടി പറയുന്നില്ല. ഈ രാജ്യം മുഴുവനും ആചാരം ലംഘിക്കാൻ, ശബരിമലയിലേക്ക് എന്ത് വില കൊടുത്തും സ്ത്രീകളെ കയറ്റാൻ, ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താൻ ഒരു ഭരണകൂടത്തെ ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച് കഠിനാധ്വാനം ചെയ്ത ഒരു മുഖ്യമന്ത്രിയാണ് ഈ മാറ്റം. എന്നിട്ട് ഇപ്പോ തെരഞ്ഞെടുപ്പ് വരുമ്പോ വോട്ട് കിട്ടാൻ വേണ്ടി കെട്ടിപ്പിടിക്കുന്നു, മന്ത്രിമാര് ഉമ്മ കൊടുക്കുന്നു. എന്തെല്ലാം കാഴ്ചകളാണ്! ആരെയും കെട്ടിപ്പിടിച്ചു കൊള്ളട്ടെ, നമുക്ക് പരാതിയില്ല. ആർക്കും ഉമ്മ കൊടുത്തു കൊള്ളട്ടെ, നമുക്ക് പരാതിയില്ല. പക്ഷെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ കാപട്യം എന്തിനാണ്? അതാണോ നിങ്ങളുടെ നിലപാട്? 7 സുന്ദര രാത്രികൾ എന്ന് പറയുന്ന നാടകത്തില് പാഷാണം വർക്കിയുടെ ഒരു കഥാപാത്രമുണ്ട്. പാഷാണം വർക്കി ഒരു പിരിവുകാരനാണ്. പാഷാണം വർക്കി എന്താ ചെയ്യുന്നറിയോ? ക്രിസ്തുമത വിശ്വാസികളുടെ വീട്ടിൽ പോകുമ്പോ തോമസ് ലീഹായുടെ ഫോട്ടോ, ഹിന്ദുക്കളുടെ വീടുകളിൽ പോകുമ്പോ അയ്യപ്പന്റെ ഫോട്ടോ, മുസ്ലിങ്ങളുടെ വീട്ടിൽ പോകുമ്പോ കാബയുടെ ഫോട്ടോ. ഓരോ സമയത്ത് ഓരോ കാർഡ് ഇദ്ദേഹം ഉയർത്തി കാണിക്കും. അവസാനം ആ നാടകത്തിന്റെ ഒടുവിൽ നാട്ടുകാർ ഈ തട്ടിപ്പ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ പാഷാണം വർക്കിയെ പൊതിരെ തല്ലി പറഞ്ഞു വിടുന്നതാണ് 7 സുന്ദരരാത്രികൾ എന്ന നാടകമെങ്കിൽ ഇന്നത്തെ കാലത്തെ അഭിനവ പാഷാണം വർക്കിമാരെ ഈ മലയാള നാട് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങളെ ഈ തട്ടിപ്പൊക്കെ ഈ നാട് കൈയോടെ പിടികൂടും. എന്താ കാര്യം? കഴിഞ്ഞ 9 കൊല്ലമായി 10 കൊല്ലമായി ഈ നാട് ഭരിച്ചു മുടിക്കുന്ന ഒരു സർക്കാരാണ് പിണറായി സർക്കാർ. ആർക്കാണ് നിഷേധിക്കാൻ കഴിയുക? ഞാൻ രണ്ട് കാര്യം പറയാം. കേരളം ലോകത്തിന് മുമ്പിൽ, രാജ്യത്തിന് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചു എന്നത് 2 കാര്യത്തിലാണ്. ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ്, മറ്റൊന്ന് ആരോഗ്യ വകുപ്പ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അവസ്ഥ എന്താണ്? ഒരു കാലത്ത് കേരളം ലോകത്തിന് മുമ്പിൽ, ഇന്ത്യക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചത് വിദ്യാഭ്യാസ വകുപ്പാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാട്ടിൽ പോലും, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. സ്കൂളുകൾ, കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. കുട്ടികൾക്ക് സമയത്തിന് ചോദ്യപേപ്പർ കിട്ടുന്നില്ല, ചോദ്യപേപ്പർ ചോരുന്നു. കൃത്യസമയത്ത് പരീക്ഷയുടെ മാർക്കുകൾ കൊടുക്കുന്നില്ല, റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്നില്ല. എന്നിട്ടോ ഇതിന്റെ എല്ലാം പേരിൽ അഴിമതി നടത്തുന്ന ഒരു സർക്കാരായി കേരളം ഭരിക്കുന്ന സർക്കാർ മാറുന്നു. ആരോഗ്യവകുപ്പോ നിങ്ങൾ ആലോചിക്ക്. ഒരു കാലത്ത് അറബികൾ നമ്മുടെ നാട്ടിലേക്ക് വന്നിരുന്നു ചികിത്സക്ക്. ഇന്ന് കേരളത്തിലെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്, എന്റെ ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് ഞാനിപ്പോ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാറില്ല, ഞാൻ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പോകാറ് എന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറയുന്ന വാർത്തകളല്ലേ നമ്മൾ കണ്ടത്? അദ്ദേഹം നേരിട്ട് പറയുന്നതല്ലേ നമ്മൾ കേട്ടത്? അങ്ങനെ ഒരു നാടായി ആരോഗ്യ മേഖലയെ, കേരളത്തിലെ ആരോഗ്യ മേഖലയെ മാറ്റിയില്ലേ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അർച്ചന എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീ പ്രസവത്തിന് പോയതാണ്. ഇവിടെ ഒരുപാട് സഹോദരിമാർ ഇരിക്കുന്നുണ്ട്. പ്രസവത്തിന് പോയപ്പോൾ സിസേറിയൻ കഴിഞ്ഞു 6 കൊല്ലം അവർക്ക് വയറ്റിൽ വേദന മാറുന്നില്ല. അവസാനം കണ്ടെത്തി എന്താണെന്നറിയോ? 12 സെന്റിമീറ്റർ നീളവും
6 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു കത്രിക. ഇതെങ്ങനെയാ കണ്ടുപിടിച്ചെന്നറിയോ? പങ്ക കൊടുക്കുന്നുണ്ടോ? ഇല്ല. 6 സെന്റിമീറ്റർ വീതിയും 12 സെന്റിമീറ്റർ നീളവുമുള്ള കത്രിക എങ്ങനെ കണ്ടുപിടിച്ചത്? കോഴിക്കോട്ടെ ഇക്ര ഹോസ്പിറ്റലിന് മുമ്പിലൂടെ ഈ പാവപ്പെട്ട സ്ത്രീ സ്കൂട്ടറിൽ പോകുമ്പോൾ സ്കൂട്ടർ ഒരു കുഴി ചാടിയപ്പോൾ അവർ വീണു. ആ കുഴി അവിടെ നിർമ്മിച്ചതിന് പൊതുമരാമത്ത് PA മുഹമ്മദ് റിയാസിനോട്, മന്ത്രി റിയാസിനോട് ആ സ്ത്രീ എന്നും കടപ്പെട്ടിരിക്കും. ഇക്ര ഹോസ്പിറ്റലിന് മുമ്പിലായതുകൊണ്ട് അവിടെ ബ്ലീഡിംഗ് ഉണ്ടായി. ആ സ്ത്രീയെ നേരെ ഇക്ര ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോഴാണ് ആ പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിൽ 12 സെന്റിമീറ്റർ നീളമുള്ള 6 സെന്റിമീറ്റർ വീതിയുള്ള ഒരു കത്രിക കണ്ടുപിടിക്കുന്നത്. 6 കൊല്ലം അവർ വേദന സഹിച്ചു. പലതവണ മെഡിക്കൽ കോളേജിൽ പോയി. ഡോക്ടർമാർ പറഞ്ഞു സിസേറിയൻ കഴിഞ്ഞ വേദന ഉണ്ടാകും, നിങ്ങൾ സഹിക്കണം. അവസാനം ഇക്ര ഹോസ്പിറ്റലിൽ നിന്ന് കണ്ടുപിടിച്ചപ്പോൾ അവർ മെഡിക്കൽ കോളേജിലേക്ക് ചെന്നു. അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞു ഇത് ഇവിടെ നിന്നല്ല. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു ഇവിടെ നിന്നാണ് എനിക്ക് സർജറി കഴിഞ്ഞത്, ഞാൻ പിന്നെ വേറെ എവിടെയും സർജറിക്ക് വിധേയനായിട്ടില്ല, പിന്നെ ഈ കത്രിക ഞാൻ വിഴുങ്ങിയതാണോ? ഡോക്ടർമാർ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അവസാനം അവർ സമരം ചെയ്തു. ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം തരാം. ആ സഹോദരി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളുടെ വയറ്റിൽ ഇതുപോലെ നീളവും വീതിയുള്ള ഒരു കത്രിക തുന്നിച്ചേർക്കാം, നിങ്ങൾ 6 കൊല്ലം നിങ്ങളെ കൊണ്ടു നടക്കോ, 50 ലക്ഷം രൂപ ഞാൻ നഷ്ടപരിഹാരം തരാം. നിങ്ങളൊരു സ്ത്രീയല്ലേ, എങ്ങനെ എന്റെ മുഖത്ത് നോക്കി നിങ്ങൾക്കിത് പറയാൻ കഴിയുന്നു? ആരോഗ്യ മേഖലയെ ആകെ തകർത്ത് കളഞ്ഞില്ലേ? ആർക്കെങ്കിലും ധൈര്യമായി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കഴിയുമോ? നടന്നു പോകുന്ന ആള് തിരിച്ചു വരുമ്പോൾ മൂക്കിൽ പഞ്ഞിയും വെച്ച് വരുന്ന കാഴ്ചയല്ലേ നമ്മളിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതല്ലേ സജി ചെറിയാൻ പറഞ്ഞത്? തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ തൂക്കം കുറയ്ക്കാൻ വേണ്ടി ഒരു സ്ത്രീ പോയതാണ് സർജറിക്ക്. തൂക്കം കുറയ്ക്കാനുള്ള സർജറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ സ്ത്രീയുടെ കാലിന്റെ 5 വിരൽ കാണുന്നില്ല, കൈയിന്റെ 4 വിരൽ കാണുന്നില്ല, 9 വിരൽ പോയി. തൂക്കം കുറഞ്ഞു. 9 വിരൽ പോയാൽ തൂക്കം കുറയല്ലോ. ഇങ്ങനെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു ആതുരാലയ മേഖലയായി, ആരോഗ്യ മേഖലയായി നമ്മുടെ രാജ്യത്തെ ആശുപത്രികളെ മാറ്റി. എന്നാലോ അഴിമതിക്കൊരു കുറവില്ല. നിങ്ങളറിയോ ഈ റോട്ടിലൂടെ ഓടുന്ന 108 ആംബുലൻസ് ഇല്ലേ? സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ 317 ആംബുലൻസ് ഉണ്ട്. 1 കിലോമീറ്ററിന് ഇത്രയും കാലം കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ കൊടുത്തത് ആംബുലൻസിന് 300-ൽ പരം രൂപ. ഏതാണ്ട് 250 കോടി രൂപയുടെ അഴിമതിയാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ നടത്തിയത്. ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ 317, 108 ആംബുലൻസ് ആണ് ഉള്ളതെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കീഴിൽ 400-ൽ പരം ആംബുലൻസുകളാണ് ഈ നാടൊട്ടുക്കും ഓടുന്നത്. നമ്മൾ എത്രയാ 1 കിലോമീറ്ററിന് വാങ്ങുന്നത്? നമ്മൾ പരമാവധി പോയാൽ 50 രൂപ, അതും പാവങ്ങളുടെ കയ്യിൽ നിന്ന് സൗജന്യമായി അവർക്ക് ആംബുലൻസ് കൊടുക്കും. അല്ലെങ്കിൽ പകുതി പൈസക്ക്. പരമാവധി പോയാൽ 1 കിലോമീറ്ററിന് 50 രൂപ. ഞാൻ ചോദിക്കട്ടെ, ഈ നാട് ഭരിക്കുന്ന സർക്കാർ ഗുജറാത്തിലെ ഒരു സ്വകാര്യ കമ്പനിക്ക് 108 ആംബുലൻസിന് 1 കിലോമീറ്റർ ഓടിയാൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് 300-ൽ പരം രൂപ കൊടുത്തു. ഏതാണ്ട് 250 കോടി രൂപയാണ്. ഇപ്പൊ 2ാമത് ടെൻഡർ എടുത്തപ്പോ അതിന്റെ നേർപകുതിയിൽ താഴെയായി. അതെങ്ങനെയാ നേർപകുതിയിൽ താഴെയാകുന്നത്? അപ്പൊ ഇത്രയും കാലം കൊടുത്തത് എത്ര രൂപക്കാണ്? ലീഗ് പറഞ്ഞില്ലേ ഞങ്ങൾ 50 രൂപ കോടാം, ഞങ്ങൾ 40 രൂപ കോടാം. ഈ പാവപ്പെട്ടവന്റെ നികുതി കൊള്ളയടിക്കുന്ന കോവിഡിന്റെ മറവിൽ പോലും PPE കിറ്റിന്റെ പേരിൽ, ഗ്ലൗസിന്റെ പേരിൽ ഈ രാജ്യത്ത് അഴിമതി നടത്തിയ ഭരണകൂടം ഏതാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ സർക്കാരാണ് എന്നല്ലേ നമുക്ക് പറയാൻ സാധിക്കുക. ഈ നെറികെട്ട ഭരണം ഈ നാട്ടിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി എന്തിനാ ഈ പാലക്കാട് ഇന്ന് നമ്മൾ സമരം കണ്ടില്ലേ? ബ്രൂവറി ഡിസ്റ്റിലറി. ഈ പാലക്കാട്ടുകാർക്ക് വേണ്ടത് ബ്രൂവറിയും ഡിസ്റ്റിലറിയുമാണോ? ഇവിടെ കുടിവെള്ളത്തിന് പോലും പ്രയാസം അനുഭവിക്കുന്ന ഈ പാലക്കാട് ജില്ലയിൽ അടിയന്തരമായി കൊടുക്കേണ്ടത് ബ്രൂവറി ഡിസ്റ്റിലറിയാണോ? ഈ 9 കൊല്ലത്തിനിടയിൽ ഈ നാട് ഭരിക്കുന്ന സർക്കാർ ആകെ ചെയ്ത കാര്യം സ്കൂൾ കൊടുത്തോ ഇല്ല, സർവകലാശാല കൊടുത്തോ ഇല്ല, കോളേജ് കൊടുത്തോ ഇല്ല, ഒരു പുതിയ മെഡിക്കൽ കോളേജ് കൊടുത്തോ ഇല്ല. എന്നാലോ ഇഷ്ടം പോലെ ബാർ, 917 ബാറാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 917 ബാറാണ്. ഇനിയും ബാറുകൾ ഈ നാട്ടിൽ മുട്ടിന് തുടങ്ങാൻ വേണ്ടി ബ്രൂവറി ഡിസ്റ്റിലറി അവിടെ ആരംഭിക്കാൻ പോകുകയാണ്. ഈ പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ സമ്മേളനം പറയുന്നു, എന്ത് വില കൊടുത്തും ഈ പാലക്കാടിന്റെ മണ്ണിൽ ബ്രൂവറി ഡിസ്റ്റിലറി തുടങ്ങാനുള്ള നീക്കത്തെ ചെറുക്കാൻ ഈ നാടുണ്ടാകും ഒറ്റക്കെട്ടായി, ഒരു സംശയം വേണ്ട. എന്നിട്ടോ കാഞ്ഞിരപ്പുഴയിൽ നിങ്ങൾ കണ്ടു ഈ പാലക്കാട് ജില്ലയിലെ മറ്റൊരു പദ്ധതി കാഞ്ഞിരപ്പുഴ. ആ കാഞ്ഞിരപ്പുഴയിൽ ഒരു ടൂറിസം പദ്ധതി, ഏതാണ്ട് 163 കോടി രൂപയുടെ ടൂറിസം പദ്ധതിയാണ്. ആ ടൂറിസം പദ്ധതിയുടെ പേരിൽ എത്ര കോടി രൂപയാണ് ഇവർ അഴിമതി നടത്തിയത്?
ടെൻഡറിൽ പങ്കെടുത്ത കമ്പനികൾ വന്ന് പറഞ്ഞു അവിടെ കിട്ടുന്ന വരുമാനത്തിന്റെ നേർപകുതി ഞങ്ങൾ സംസ്ഥാന സർക്കാരിന് നൽകാൻ തയ്യാറാണ്. ഏത് കമ്പനിക്കാ ടെൻഡർ കൊടുത്തത്? വരുമാനത്തിന്റെ 3% സർക്കാരിന് കൊടുക്കുന്നവർ. അതെങ്ങനെയാ? 100 രൂപ കിട്ടിയാൽ, ആ കമ്പനിക്ക് 100 രൂപ കിട്ടിയാൽ ഒരു കമ്പനി വന്ന് പറയാണ് സർക്കാരിനോട്, ഞങ്ങൾ 50 രൂപ സർക്കാരിന് തരാൻ തയ്യാറാണ്. അവർക്ക് ടെൻഡർ ഇല്ല. വേറൊരു കമ്പനി, സർക്കാരിന് താല്പര്യമുള്ള ഒരു കമ്പനി, അവർ വന്ന് പറയാണ് 100 രൂപ ഞങ്ങൾക്ക് കിട്ടിയാൽ 3 രൂപ സർക്കാരിന് തരാം. ഉടനെ ആ കമ്പനിക്ക് ടെൻഡർ, ആ കമ്പനിക്ക് കൊടുക്കാണ്. അങ്ങനെ പാലക്കാട് ജില്ലയിൽ മാത്രം കാഞ്ഞിരപ്പുഴ ഡാമിന്റെ പേരിൽ മാത്രം എത്ര കോടി രൂപയാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ അഴിമതി നടത്തിയത്? ഈ അഴിമതികൾ മറച്ചു പിടിക്കാൻ വേണ്ടി UDF നേതാക്കന്മാർക്കെതിരെ, UDFന്റെ യുവ നേതാക്കന്മാർക്ക് നേരെ ആക്ഷേപങ്ങളുമായി വരിക. UDF നേതാക്കന്മാരുടെ പേരിൽ കള്ളക്കേസ് എടുക്കുക. VD സതീശന്റെ പേരിൽ, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേരിൽ, KPCC പ്രസിഡന്റായിരുന്ന K സുധാകരന്റെ പേരിൽ, ഈ നാട്ടിലെ UDFന്റെ മുഴുവൻ നേതാക്കന്മാരുടെ പേരിൽ എന്തെല്ലാം വ്യാജ ആരോപണങ്ങളാണ്, എന്തെല്ലാം കള്ള കേസുകളാണ് ഇവിടെ എടുത്തത്. ഈ പാലക്കാട്ടുകാരനായ ഷാഫി പറമ്പിലിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസം എന്ത് വൃത്തികെട്ട ആക്ഷേപമാണ് ഉന്നയിച്ചത്. ആ വൃത്തികെട്ട ആക്ഷേപം ഉന്നയിച്ച CPMന്റെ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? എന്നാൽ CPMന്റെ ഒരു MLAയും CPMന്റെ ഒരു വനിതാ നേതാവിനെതിരെയും ഒരു ആരോപണം വന്നു. ആരോപണം വന്നപ്പോ ഉടനെ വനിതാ നേതാവിന്റെ ക്ലാസ്. ലൈംഗികത എന്ന് പറയുന്നത് നടുറോഡിൽ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. നെഹ്റുവിന്റെ മകൾക്കയച്ച കത്തുകൾ വായിക്കണം. അതിൽ സദാചാരത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതിൽ സംസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ നോവൽ വായിക്കണം. ഇതൊക്കെയാണ് ഉപദേശം. CPM നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം വരുമ്പോ, CPM നേതാക്കന്മാർക്കെതിരെ ആരോപണം വരുമ്പോ അന്ന് സംസ്കാരത്തെ കുറിച്ചുള്ള ക്ലാസ്, നോവലിനെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ അതെല്ലാം വായിക്കുക, അതൊക്കെ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക മാധ്യമങ്ങൾ. അതല്ലേ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടത്. എന്നാൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത VS അച്യുതാനന്ദന്റെ ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, UDF നേതാക്കന്മാർക്കെതിരെ ഇമ്മട്ടിൽ ആക്ഷേപങ്ങളുമായി കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി, ജനവിരുദ്ധ വികാരം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി ഇമ്മട്ടിൽ ആക്ഷേപങ്ങളുമായി വരുമ്പോ ആ ആക്ഷേപങ്ങൾക്കെതിരായി നമ്മൾ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് കരണീയമായ മാർഗം. മാധ്യമങ്ങളുടെ പിന്തുണ ഒരു പക്ഷേ നമുക്ക് കിട്ടിയെന്ന് വരില്ല. പല മാധ്യമങ്ങളെയും വിലക്കെടുക്കാനുള്ള കെൽപ്പുള്ളവരാണ് ഈ നാട് ഭരിക്കുന്നവർ. നരേന്ദ്രമോദി ദേശീയ മാധ്യമങ്ങളെ എങ്ങനെയാണോ വിലക്കെടുത്തത്, അതുപോലെ സംസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളെയും എന്ന് ഞാൻ പറയുന്നില്ല, ചില മാധ്യമങ്ങളെ പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചില മാധ്യമങ്ങളെ അടക്കം വിലക്കെടുത്തുകൊണ്ട് UDFനെതിരായ കള്ളപ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇക്കാലത്ത് ജനവിരുദ്ധമായ ഭരണത്തിനെതിരായി അതിശക്തമായ സമരങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. മലയാളം സർവകലാശാലയുടെ പേരിൽ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കൊണ്ടുവന്ന അഴിമതി ആരോപണം നിങ്ങൾക്കറിയാം. 17,65,00,000 രൂപയുടെ അഴിമതിയാണ് മലയാള സർവകലാശാലയുടെ പേരിൽ നടത്തിയത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സർവകലാശാലകൾ കൊടുത്തപ്പോ നമ്മൾ മലയാള സർവകലാശാല കൊടുത്തു, നമ്മൾ കണ്ണൂർ സർവകലാശാല കൊടുത്തു, നമ്മൾ കുസാറ്റ് കൊടുത്തു, നമ്മൾ സംസ്കൃത സർവകലാശാല കൊടുത്തു, നമ്മൾ കാലിക്കറ്റ് സർവകലാശാല ഉണ്ടാക്കി. ഈ സർവകലാശാലയൊക്കെ നമ്മൾ കൊടുത്തപ്പോൾ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടുത്തപ്പോൾ, നമ്മൾ കൊടുത്ത സർവകലാശാലയുടെ പേരിൽ അഴിമതി നടത്താൻ വേണ്ടി ശ്രമിച്ച ഒരു കുറുവാ സംഘമുണ്ട് നമ്മുടെ നാട്ടിൽ. അത്തരം കുറുവാ സംഘങ്ങളെ കൽത്തുറുങ്കിലടക്കാനുള്ള സമര പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ വരും നാളുകളിൽ അതിശക്തമായ സമരങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടതുണ്ട്. അതിന് അതിശക്തമായി അണിനിരക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളനത്തിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. ജയ് മുസ്ലിം ലീഗ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആവശ്യപ്പെട്ടത് പ്രകാരം നിങ്ങൾ ഈ സമ്മേളനം ഒരു ഐതിഹാസികമാക്കി മാറ്റുന്നതിന് സഹകരിച്ചിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന ഈ ഒരുപാട് ആളുകൾ, ഒരു 10-200 കസേര അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ പോയി ഒന്ന് സഹകരിച്ച് ഇരുന്ന് തന്നാൽ നമ്മുടെ സദസ്സിന് ഭംഗിയാവും. നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മൾ ആഗ്രഹിച്ചത് ഒരു ശക്തി പ്രകടനമാണ്. അത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി നടത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത് നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇനി നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ്.
ഈ വേദിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് TS സിദ്ദീഖിനെ ക്ഷണിക്കുന്നു. മുസ്ലിം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു MES കോളേജിൽ നിന്നും യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട് ലോ കോളേജിലെ ബിരുദ പഠനത്തിനിടയിലും ജില്ലയിലെ MSFനും യൂത്ത് ലീഗിനും കരുത്തുപകർന്ന് ഇന്ന് പാലക്കാടിന്റെ ഹരിത രാഷ്ട്രീയത്തിന് ആവേശപൂർവ്വം നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് TS സിദ്ദീഖ് ഈ മഹാസമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാന്യനായ ഇവിടെ താൻ നിൽക്കുന്ന സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, വേദിയിലെത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട PM സലാം സാഹിബ്, തമിഴ്നാട് സ്റ്റേറ്റ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ അബൂബക്കർ സാഹിബ്, പ്രിയപ്പെട്ട CMA കരീം സാഹിബ്, CH റഷീദ് സാഹിബ്, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട മരക്കാരമരായ മംഗലം ഉൾപ്പെടെയുള്ള വേദിയിലെ നേതാക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാലക്കാട് ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചരിത്ര ദിനമാണ്. 2 പതിറ്റാണ്ടുകൾക്കിപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്പൂർണ്ണ സമ്മേളനം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട PMA സലാം സാഹിബ് അതിൻ്റെ സമ്പൂർണ്ണ കൗൺസിൽ വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. ആയതിനു ശേഷം മുസ്ലിം ലീഗിൻ്റെ വാർഡ് തലം തൊട്ട് ജില്ലാതലം വരെയുള്ള പാർട്ടി ഘടകങ്ങളെ ശക്തിപ്പെടുത്തി മുഴുവൻ പോഷക സംഘടനകളുടെയും അതിശക്തമായ സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളെയും ശക്തിപ്പെടുത്തിയതിനു ശേഷമാണ് പാലക്കാട് ചരിത്രത്തെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ആയിരങ്ങൾ പങ്കെടുത്ത ഒരു പടുകൂട്ടൻ ബഹുജന റാലിയോട് കൂടി നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നത്. ഹരിത രാഷ്ട്രീയത്തിന് പാലക്കാട് ജില്ലയുമായുള്ള ബന്ധം നാം ഇവർക്കും അറിവുള്ളതാണ്. മഹാനായ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിറവിക്ക് മുമ്പ് തന്നെ ഈ ജില്ലയുടെ മണ്ണിൽ പുതുനഗരത്ത് ഹരിത പതാക വാനിൽ ഉയർത്തിയത് ചരിത്ര സംഭവമാണ്. ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുള്ള പതാക ജാഥ മിനിഞ്ഞാന്ന് ഞങ്ങൾ പുതുനഗരത്തെ മണ്ണിൽ നിന്നും പ്രിയപ്പെട്ട MA ഹമീദ് സാഹിബ് ഏറ്റുവാങ്ങുമ്പോൾ ബഹുമാനനായ ഖായിദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് പതാക ഉയർത്തുന്നത് നേർക്കാഴ്ച കണ്ട അന്ന് 22 വയസ്സുള്ള 100-ൽ പരം വയസ്സുള്ള വയോവൃദ്ധനായ പ്രിയപ്പെട്ട സലാം സാഹിബ് ആ വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ പതാക വാങ്ങിയത്. ആ പതാക ഇവിടെ സ്ഥാപിച്ചതിന് ശേഷം ഈ ജില്ലയിൽ ഹരിത രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത മണ്ണിമറഞ്ഞുപോയ 77 മഹാരഥന്മാരുടെ ഫോട്ടോകൾ നിങ്ങൾ കാണാൻ കഴിയും. 77 പതാകകൾ ഉയർത്തി മണ്ണിമറഞ്ഞുപോയ 77 നേതാക്കളെ ഞങ്ങൾ അനുസ്മരിച്ചു. ഈ എണ്ണം 77 കൊണ്ട് അവസാനിക്കൂലെന്നറിയാം. നൂറുകണക്കിന് ആയിരക്കണക്കിന് മഹാരഥന്മാർ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്തതിന് ശേഷം ആണ് ഇന്നിപ്പോൾ പട്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് നാം നേരത്തെ ഈ സമ്മേളനം പ്രഖ്യാപിച്ചത്. ഏറെക്കുറെ പോഷക സംഘടനകളുടെ ശാക്തീകരണം കൊണ്ടും വാർഡ് തലം തൊട്ട് പഞ്ചായത്ത് ജില്ലാ വരെയുള്ള മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനകളുടെ ശാക്തീകരണം കൊണ്ടും
വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെയും അസംബ്ലി തിരഞ്ഞെടുപ്പിനെയും നേരിടാൻ നമുക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയുന്നതിലെ കാലാവസ്ഥ പ്രതികൂലമാണ്. മഹാരഥന്മാരായ നേതാക്കന്മാർ വേദിയിലിരിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ നമ്മുടെ ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യും. ആയതുകൊണ്ട് തന്നെ ഈ ചരിത്ര സമ്മേളനം വലിയ വിജയമാക്കാൻ ശ്രമിച്ച വാർഡ് തലം തൊട്ടുള്ള മുഴുവൻ ജില്ലയിലെ നേതാക്കളെയും പ്രത്യേകിച്ച് വനിതാ നേതാക്കളെയൊക്കെ തന്നെ ഈ സമയത്ത് ഞാൻ ഒരിക്കൽ കൂടി മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ മതേതരത്വത്തിൻ്റെ മുഖമായ സർവ്വരാലും അംഗീകരിക്കപ്പെടുന്ന മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വേദിയിൽ എത്തിച്ചേരും എന്നതിനാണ് എത്തിച്ചേരുന്ന അദ്ദേഹം ഇതേ സ്ഥലത്തുണ്ട്. മഹാനായ തങ്ങളവകളെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയകരനായ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുവാൻ വേണ്ടി ഇന്ത്യയുടെ ജുഡീഷ്യറിയിലും ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിലും കേരള നിയമസഭയിലെ ഈ സംസ്ഥാനത്തിലെ മതേതരത്വ കക്ഷികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മുസ്ലിങ്ങളാദി പിന്നോക്കവർഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന, ഇന്ത്യയിലെ മർദ്ദിത ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പ്രിയങ്കരനായ നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്കരനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ വികസന രാഷ്ട്രീയത്തെയും ജീവകാരുണ്യ പ്രവർത്തനത്തെയൊക്കെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ പുറംകാലം കൊണ്ട് തട്ടിമാറ്റി മുസ്ലിം ലീഗിൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന പ്രിയങ്കരനായ PM A സലാം സാഹിബ് നേരത്തെ നമ്മൾ വേദിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബ് ഈസ് കമ്മിങ് ഫ്രം കേരള, സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഓഫ് തമിഴ്നാട്. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ നേരിട്ട് ഞങ്ങൾ പോയി ക്ഷണിച്ചിരുന്നു. ഈ കൂട്ടത്തിൽ പ്രിയങ്കരൻ നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മദീൻ സാഹിബ് ഈ യോഗത്തിൽ പങ്കെടുക്കും എന്നാണ് നാം പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹത്തിനുണ്ടായ ചെറിയ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും തമിഴ്നാടിൻ്റെ പ്രതിനിധി പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബ് ex-MLA ജനറൽ സെക്രട്ടറി ഓഫ് തമിഴ്നാട് മുസ്ലിം ലീഗ് ഇവിടെ എത്തിച്ചേർന്നതിൽ പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്കുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട കരീം സാഹിബ്, അദ്ദേഹം വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശംസുദ്ദീൻ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയാണ്. മണ്ണാർക്കാടിൻ്റെ പ്രിയങ്കരനായ ജനനായകനാണ്. പ്രിയപ്പെട്ട ശംസുദ്ദീനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മണ്ഡലത്തിൻ്റെ ചാർജ് കൂടി വഹിക്കുന്ന സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ പ്രിയപ്പെട്ട റഷീദ് സാഹിബ് ഇന്നലെ ഇന്നും മെനിഞ്ഞാന്നൊക്കെ ഈ സമ്മേളനത്തിൻ്റെ കാര്യമായി ഞങ്ങളുടെ കൂടെ വരികയും കാര്യങ്ങൾ അന്വേഷണം ചെയ്ത പ്രിയപ്പെട്ട CH റഷീദ് സാഹിബിനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട PK ഫിറോസ് നിങ്ങളെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട PK ഫിറോസിനെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കളത്തിൽ അബ്ദുള്ള സാഹിബ് ex-MLA, പ്രിയപ്പെട്ട MA സമദ് സാഹിബ്, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് റഹ്മത്തുള്ള STUവിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി, പ്രിയപ്പെട്ട KP അഷറഫ് STUവിൻ്റെ സംസ്ഥാന പ്രിയപ്പെട്ട KP അഷറഫ്
അഡ്വക്കേറ്റ് ഷംസുദ്ദീനെ ഞാൻ അഭിസംബോധന ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. വിട്ടുപോയി എന്നാണ് കാസിം പറയുന്നത്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷംസുദ്ദീനെ ഒരിക്കൽ കൂടി അഭിസംബോധന ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ജില്ലാ ഭാരവാഹികളായ MA സമിതി ഉൾപ്പെടെയുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പ്രിയപ്പെട്ട ജില്ലാ ഭാരവാഹികളായ സീനിയർ വൈസ് പ്രസിഡന്റ് KC സാഹിബ്, പ്രിയപ്പെട്ട PA തങ്ങൾ, പ്രിയപ്പെട്ട MO ഹമീദ് സാഹിബ്, പ്രിയപ്പെട്ട കല്യാടി അബൂബക്കർ, പ്രിയപ്പെട്ട പൊന്നകാർ കോയക്കുട്ടി, പ്രിയപ്പെട്ട KTA ജബ്ബാർ, പ്രിയപ്പെട്ട VM മുഹമ്മദ് അലി, പ്രിയപ്പെട്ട അയലൂർ അബ്ദുറഹ്മാൻ, പ്രിയപ്പെട്ട സാജിദ് പട്ടാമ്പി, കുഞ്ഞാലൻ മാസ്റ്റർ, പ്രിയപ്പെട്ട മുജീബ് ഇമാം, പ്രിയപ്പെട്ട MS നാസർ, ഖനീസ് സാഹിബ്, CP അലിവ് മാസ്റ്റർ, TS സലാം മാസ്റ്റർ തുടങ്ങി ജില്ലാ ഭാരവാഹികളെയും സംസ്ഥാന പ്രവർത്തക സമിതികളായ പ്രിയപ്പെട്ട ബഷീർ ഫൈദ, റഷീദ് തങ്ങൾ, SM തങ്ങൾ, മുഹമ്മദ് അലി മറ്റന്താടം, പ്രിയപ്പെട്ട റഷീദ് ആലായൻ, അബ്ദുള്ളക്കുട്ടി, പ്രിയപ്പെട്ട വാപ്പുട്ടി ഹാജി തുടങ്ങിയ നേതാക്കളെയും പോഷക സംഘടനാ ഭാരവാഹികളായ ഗഫൂർ കൊലിക്കളത്തിൽ, PP അൻവർ സാദത്ത്, പ്രിയപ്പെട്ട PM മുഹമ്മദ് മുസ്തഫ തങ്ങൾ, റിയാസ് മാലകത്ത്, നൌഷാദ് വള്ളപ്പാടം, MSF നേതാക്കളായ MT അസ്ലം, KU ഹംസ, പ്രിയപ്പെട്ട അമീൻ, SU നേതാക്കളായ അഡ്വക്കേറ്റ് നാസർ കൊമ്പത്ത്, PP മുഹമ്മദ് കാസിം, പ്രവാസി ലീഗിൻ്റെ പ്രസിഡന്റ് KT കുഞ്ഞു മുഹമ്മദ്, ബഷീർ തെക്കൻ, കർഷക സംഘത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട KTA ലത്തീഫ്, പ്രിയപ്പെട്ട ബക്കർ മാസ്റ്റർ, വനിതാ ലീഗിൻ്റെ നേതാക്കളായ ഷംല ഷൗക്കത്ത്, ജമീല ടീച്ചർ, റഫീഖ പാറക്കോട്ടെ, ദളിത് ലീഗിൻ്റെ S കുമാരൻ, രവീന്ദ്രൻ, ബാലഗോപാൽ തുടങ്ങി വേദിയിലെയും സദസ്യരെയും മുഴുവൻ ആളുകളെയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സവിനയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ആയിരക്കണക്കിന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെയും നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരെയും പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളെയും പ്രിയപ്പെട്ട വനിതാ നേതാക്കളെയും ഒക്കെ ഒരിക്കൽ കൂടി യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ട ജില്ലാ മുസ്ലിം ലീഗ് അധ്യക്ഷൻ മരക്കാരം മാരാമംഗലത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹദ് റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കല്ലുകരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മൂർഖൻ പാമ്പുകൾ വരെയുള്ള ആലം ദുനിയാവിലെ സർവമാന എതിർപ്പുകളെയും അതിജീവിച്ച് കാരിരുമ്പിന്റെ കരുത്തും കാന്താരിമുളകിന്റെ എരിവും കരിമരുന്നിന്റെ സ്ഫോടക ശേഷിയുമായി നെല്ലറയുടെയും കരിമ്പനുകളുടെയും ജില്ലയിൽ ഖസാക്കിന്റെ ഇതിഹാസം പിറന്ന തസ്രാഖിന്റെ മണ്ണിൽ ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും നെടുനായകത്വം നൽകുന്ന നായകൻ, പാലക്കാടൻ കോട്ടയുടെ സുഭദ്രതയോടെ ഹരിതപടയ്ക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ മുസ്ലിം ലീഗിന്റെ അമരക്കാരൻ മരക്കാർ മൗലവി മാരായമംഗലം ഈ മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷ ഭാഷണം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലുള്ള മുസ്ലിം ലീഗിൻ്റെ അഭിമന്യനായ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും താങ്ങും തണലുമായി നിൽക്കുന്ന പ്രിയങ്കരനായ ഞങ്ങളുടെ നേതാവ് പ്രിയപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഞങ്ങൾക്ക് വെളിപ്പുറത്ത് എപ്പോഴും കിട്ടാറുമുള്ള ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് പ്രിയപ്പെട്ട PMA സലാം സാഹിബ്, തമിഴ്നാട് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അബൂബക്കർ സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട CMA കരീം സാഹിബ്, കർമ്മകുശലനായ ഞങ്ങളുടെ നിരീക്ഷകൻ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട CH റഷീദ് സാഹിബ്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും മണ്ണാർക്കാടിൻ്റെ പ്രിയങ്കരനായ MLA ആയ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പ്രിയപ്പെട്ട കളത്തിൽ അബ്ദുള്ള സാഹിബ്, പ്രിയങ്കരനായ MA സമദ് സാഹിബ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം പ്രിയപ്പെട്ട PA തങ്ങൾ, MM ഹമീദ് സാഹിബ്, പ്രിയപ്പെട്ട KK അസീസ്, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ട്രഷറർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് TS സിദ്ദീഖ് സാഹിബ്,
ട്രഷറർ പ്രിയപ്പെട്ട പി എ സലാം മാസ്റ്റർ, പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങൾ, പോഷക സംഘടനകളുടെ ജില്ലാ പ്രസിഡന്റ്, സെക്രട്ടറിമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞങ്ങളുടെ ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങൾ, നിയോജക മണ്ഡലം പ്രസിഡന്റ്, സെക്രട്ടറിമാർ, നിയോജക മണ്ഡലം പഞ്ചായത്ത് ഭാരവാഹികൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെയുള്ള ഒരു ജില്ലാ സമ്മേളനം നമ്മൾ പ്രഖ്യാപിച്ചത്. ഞാനും എൻ്റെ സഹപ്രവർത്തകന്മാരും കൊല്ലങ്ങളായി ആഗ്രഹിക്കുന്ന ഒരു സമ്മേളനം. പാലക്കാട് ജില്ലയിൽ 18 കൊല്ലങ്ങൾക്ക് മുമ്പാണ് പാർട്ടിയുടെ ഒരു ജില്ലാ സമ്മേളനം നടത്തിയത്. അതിനുശേഷം പഞ്ചായത്ത് തലങ്ങളിൽ, മണ്ഡലം തലങ്ങളിൽ, മേഖലാ തലങ്ങളിൽ പോഷക സംഘടനകളുടെ സമ്മേളനങ്ങളൊക്കെ വിവിധ പരിപാടികളോടുകൂടി നടത്താറുണ്ട്. പക്ഷെ ഒരു സമ്പൂർണ്ണ ജില്ലാ സമ്മേളനം എന്ന ആശയം അത് 18 കൊല്ലങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് ജില്ലയിൽ 25, 26, 27 തീയതികളിലായി നമ്മൾ സംഘടിപ്പിച്ചത്. അതൊരു ജില്ലാ സമ്മേളനം നടത്തുക എന്നതിനേക്കാൾ ഉപരി പാർട്ടിക്ക് 50 മെമ്പർഷിപ്പ്, ഏറ്റവും ചുരുങ്ങിയത് 50 മെമ്പർഷിപ്പുള്ള ഒരു ശാഖ, ആ ശാഖയിൽ അതിജീവന രാഷ്ട്രീയത്തിൻ്റെ 7.5 പതിറ്റാണ്ട് എന്ന നമ്മുടെ കാലിക മുദ്രാവാക്യം, അത് അവിടെയുള്ള അപാലവൃദ്ധം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഹരിതോത്സവം, ഒരു ഗ്രാമോത്സവം എന്ന കണക്കെ നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. അൽഹംദുലില്ലാ 65% ശാഖാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സമ്മേളനങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടത്തണമെന്ന് നമ്മൾ കീഴ്ഘടകങ്ങളോട് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഹരിതോത്സവം പൂർത്തിയായയിടത്ത് പഞ്ചായത്ത് സമ്മേളനങ്ങൾ, അതുപോലെ തന്നെ പഞ്ചായത്ത് സമ്മേളനം കഴിഞ്ഞതിന് ശേഷം തൃത്താലയിൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ സമ്മേളനം, പട്ടാമ്പിയിൽ വളരെ ശ്രദ്ധേയമായ വനിതാ ലീഗിൻ്റെ ജില്ലാ സമ്മേളനം, ചെർപ്പുളശ്ശേരിയിൽ MSFൻ്റെ ജില്ലാ സമ്മേളനം, അതുപോലെ തന്നെ കർഷക സംഘത്തിൻ്റെ ജില്ലാ സമ്മേളനം, അതുപോലെ മണ്ണാർക്കാട് മണ്ഡലത്തിൽ പ്രവാസി ലീഗിൻ്റെ ജില്ലാ സമ്മേളനം, മണ്ണാർക്കാട് മണ്ഡലത്തിൽ തന്നെ നമ്മുടെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ സെമിനാർ, കോങ്ങാട് നമ്മുടെ ദലിത് ലീഗിൻ്റെ ജില്ലാ സമ്മേളനം, മലമ്പുഴയിൽ STUവിൻ്റെ ജില്ലാ സമ്മേളനം ഒക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളുടെ ജില്ലാ സംഗമം ഒരു സെമിനാറായി ഇന്നലെ ടോപ്പിൻ ടൗൺ ഹാളിൽ നടത്തി. അതിനുശേഷം പാർട്ടിയുടെ ഒരു ജില്ലാ പ്രതിനിധി സമ്മേളനം നമ്മൾ പാലക്കാട് വെച്ച് നടത്തിയതിന് ശേഷമാണ് ഇന്ന് പാലക്കാട് നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച, ഞങ്ങൾ കൊതിച്ച, ഞങ്ങൾ സ്വപ്നം കണ്ട അതിനേക്കാൾ ഉപരി ശക്തമായ ഒരു ശക്തി പ്രകടനത്തോടു കൂടി നമ്മുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രകടനവും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. സമാദരണീയനായ നമ്മുടെ നേതാവ് പ്രിയങ്കരനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. പാലക്കാടൻ ജനതയ്ക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. ഞാൻ നീട്ടിപ്പരത്തി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളെയും ടച്ച് ചെയ്തുകൊണ്ട് ആ ഘടകങ്ങളെയൊക്കെ ശാക്തീകരിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട്, തൊട്ടടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും മുന്നിൽ കണ്ടുകൊണ്ട് ഈ പാലക്കാട് ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തിളക്കമാർന്ന വിജയം ഉണ്ടാകണമെങ്കിൽ അതിലെ ഒരു പ്രധാന ഘടകം എന്ന നിലയിൽ, ഒരു അവിഭാജ്യ ഘടകം എന്നുള്ള നിലയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിൻ്റെ ഒരു ശാക്തീകരണത്തിന് വേണ്ടിയാണ് ഈ ജില്ലാ സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചത്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ 1000 തവണ സ്തുതിക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്ന് രാവിലെ വളരെ വിഷമം ഞങ്ങളെ സംബന്ധിച്ചൊക്കെ ഉണ്ടായി. ഈ സമ്മേളന നഗരിയിൽ ശക്തമായ മഴ പെയ്തു. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. രാവിലെ മുതൽ 5 മണി വരെയും നിലക്കാത്ത മഴയാണ് പാലക്കാടുള്ളത്. പടച്ച റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിച്ചു. ളുഹറിന് ശേഷവും പ്രാർത്ഥിച്ചു, അസറിന് ശേഷവും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
ഒരു തുള്ളി മഴ പെയ്യാതെ നമുക്ക് പ്രകടനം നടത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ അപാരമായ സഹായമുണ്ടായി. 10,000-കണക്കായ പ്രവർത്തകന്മാരെ അണിനിരത്തി നമ്മൾ പ്രകടനവും നടത്തി. ഇതുകൊണ്ടൊക്കെ തെളിയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ലൈൻ, മഹാനായ ഖായിദ് മില്ലത്തിൻ്റെ രാഷ്ട്രീയ ലൈൻ, മഹാനായ ബാഫക്ക് തങ്ങളുടെ രാഷ്ട്രീയ ലൈൻ, മഹാനായ പൂക്കോയ തങ്ങളുടെ രാഷ്ട്രീയ ലൈൻ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയ ലൈൻ, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ രാഷ്ട്രീയ ലൈൻ, ഇന്ന് നമ്മളുടെ നായകനായ ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ രാഷ്ട്രീയ ലൈൻ, ആ രാഷ്ട്രീയ ലൈനിനോടൊപ്പം അടിപതറാതെ അടിയുറച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം പാലക്കാട് ജില്ലയിൽ ഭദ്രമാണ് എന്ന് തെളിയിക്കുന്ന സമ്മേളനവും പ്രകടനവുമാണ് നമ്മൾ നടത്തിയത്. ഒരു കാര്യം കൂടെ വ്യക്തമാണ്, ലീഗിന് ബദലായി ആര് വന്നാലും ലീഗിന്റെ ഗ്ലാമർ, ലീഗിന്റെ ശോഭ അത് തകർക്കാൻ, അത് കെടുത്താൻ ഏത് ശക്തി വന്നാലും പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള സമ്മേളനം നടത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴാണ് മഴ വീഴുക എന്ന് പറയാൻ കഴിയില്ല. അതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ പ്രസംഗം കൂടി നടക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും പാലക്കാട് ജില്ലയിൽ ലീഗിന്റെ ശക്തി വിളിച്ചറിയിക്കുന്ന തരത്തിൽ ഒരു സമ്മേളനം നടത്താൻ നമ്മുടെ ആഗ്രഹം അത് നിറവേറ്റുന്ന തരത്തിൽ സഹകരിച്ച നിങ്ങളെ എല്ലാവരെയും ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രിയപ്പെട്ട ജില്ലാ ലീഗിൻ്റെ ഭാരവാഹികളുടെ, പോഷക സംഘടന ജില്ലാ ഭാരവാഹികളുടെ, മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ, പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാരുടെ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളുടെ അതുപോലെ തന്നെ വലിയ പങ്കാണ്. പിന്നെ നമ്മൾ സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ആദ്യം ഞങ്ങൾ ഗൾഫ് പര്യടനമാണ് ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും നടത്തിയത്. അവിടെ കുവൈത്ത് ഒഴികെയുള്ള എല്ലാ പ്രവിശ്യകളിലും, GCCയിലെ എല്ലാ പ്രവിശ്യകളിലും, കുവൈത്ത് ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഞങ്ങൾ ഈ സമ്മേളന പ്രചരണത്തിന് വേണ്ടി ഞങ്ങൾ പര്യടനം നടത്തി. ആ പര്യടനം നടത്തിയപ്പോൾ പ്രിയപ്പെട്ട ഞങ്ങളുടെ KMCC പ്രവർത്തകന്മാർ പ്രസ്ഥാനത്തോട് കാണിച്ച പ്രതിബദ്ധത അതൊരു കാരണവശാലും മറക്കാൻ വേണ്ടി കഴിയില്ല. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന പ്രിയപ്പെട്ട KMCCയുടെ സഹപ്രവർത്തകന്മാരുണ്ട്. ഈ സ്റ്റേജ് ഞങ്ങൾ അബുദാബി KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് ഈ സ്റ്റേജ് ഒരുക്കിയിട്ടുള്ളത്. അവർ ഉദാരമായി സമ്മേളനത്തിന് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഇങ്ങോട്ട് നിങ്ങൾ കടന്നു വരുന്ന പ്രധാന കവാടം അത് ഖത്തർ KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സംഭാവനയാണ്. അവരും ഈ സമ്മേളനത്തോട് ഉദാരമായി സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ പിൻഭാഗത്തുള്ള കവാടം അത് ബഹ്റൈൻ KMCC പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ സംഭാവനയാണ്. അവരും സഹകരിച്ചിട്ടുണ്ട്. ഇനിയും പേര് പറയേണ്ടുന്ന ഒരുപാട് KMCC ഘടകങ്ങളുണ്ട്. അവരോടൊക്കെ നന്ദിയുണ്ട്, കടപ്പാടുണ്ട് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ അറിയിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഫണ്ട് ശേഖരണ കാര്യത്തിൽ ഒന്നാമതായ മണ്ഡലമുണ്ട്, രണ്ടാമതായ മണ്ഡലമുണ്ട്. ഒന്നാമതായ KMCC ഉണ്ട്, രണ്ടാമതായ KMCC ഉണ്ട്. അതുപോലെ തന്നെ നിയോജക മണ്ഡലത്തിൽ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, പഞ്ചായത്തിൽ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, ശാഖാതലങ്ങളിൽ ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്. അവരെയൊക്കെ അനുമോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല സംരംഭകൻ എന്നുള്ള നിലയിൽ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി അംഗവും മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാനുമായ ഫായിദ ബഷീറിന് ഒരു നല്ല സംരംഭകൻ എന്നുള്ള നിലയിൽ കേരള സർക്കാർ അദ്ദേഹത്തെ അനുമോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെയും അനുമോദിക്കുന്നുണ്ട്. അതുപോലെ പാലക്കാട് ജില്ലയിൽ ഏറ്റവും നല്ല പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഗാദി നേടിയിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സക്കരിയ കൊടുമുണ്ട, ആ സക്കരിയ കൊടുമുണ്ടയെയും ഇവിടെ അനുമോദിക്കുന്നുണ്ട്. അങ്ങനെ അനുമോദിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരു ജില്ലാ സമ്മേളനമായതുകൊണ്ട് കൂടുതലൊന്നും കഴിയാത്തത് കൊണ്ട് അത് നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇതിനോട് സഹകരിച്ചവർ ആരൊക്കെ ഉണ്ടോ അവരോടൊക്കെ നന്ദിയും കടപ്പാടുമുണ്ട് എന്നറിയിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സമാദരണീയനായ, അനിശ്ചിതനായ, അപ്രതിരോധ്യനായ നമ്മുടെ ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിലെ രാജാവായ പ്രിയങ്കരനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ
ബഹുമാനപ്പെട്ടവരെ ക്ഷണിക്കുകയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഇവിടെ എറണാകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് 25-ാം തീയതി ഫലസ്തീൻ ജനതയ്ക്ക് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരുന്നു. ബഹുമാനപ്പെട്ട തങ്ങളോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും സലാം സാഹിബിനോടും മറ്റു നേതാക്കന്മാരോടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച പാർട്ടിയുടെ ജില്ലാ പ്രതിനിധി സമ്മേളനം എന്ന് നടക്കുന്നതുകൊണ്ട് പാലക്കാട് ജില്ല അതിൽ നിന്ന് ഒഴിവാക്കി തരണം, ഞങ്ങൾ ഞങ്ങളുടെ സമ്മേളനത്തിൽ വെച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു മൗനാനുവാദം തന്നിരുന്നു. 25-ന്റെ പ്രതിനിധി സമ്മേളനത്തിൽ വെച്ച് നമ്മൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഗസയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരോടുള്ള ഐക്യദാർഢ്യം പ്രകടിക്കുന്ന പ്രതിജ്ഞയും മറ്റു ചടങ്ങും കൂടി നടക്കുമെന്ന് അറിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെ ആദരപുരസ്സരം ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പറഞ്ഞോ, ചോദിച്ചോ. ഈ പ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്താൽ മതി എന്നാണ് തങ്ങൾ പറയുന്നത്. എല്ലാവരും നീട്ടു നിന്നുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലണമെന്ന് വളരെ വിനീതമായി ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, പലസ്തീന്റെ മണ്ണിൽ ഗാസയുടെ തെരുവുകളിൽ ബോംബർ വിമാനങ്ങളിൽ, മിറാഷുകളിൽ മിസൈലുകൾ ചീറിപ്പായുമ്പോൾ അവർക്കിടയിൽ 60,000-ത്തിലധികം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊല ചെയ്യപ്പെട്ട ആ മണ്ണിൽ 20,000-ത്തോളം കുഞ്ഞുങ്ങളെ കഫൻ പുടവുകളിൽ ഖബറടക്കിയ ആ മണ്ണിൽ 1,45,000-ത്തോളം മനുഷ്യർ അംഗങ്ങൾ ഛേദിക്കപ്പെട്ടവരായി കഴിയുന്ന ആ മണ്ണിൽ ആ ദുർബലമായി പോയ നിസ്സഹായരായ ജനതയ്ക്ക് വേണ്ടി പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ഈ മഹാസമ്മേളന വേദി ഒരു ഐക്യദാർഢ്യ സംഗമ വേദി കൂടിയായി മാറുകയാണ്. ആ നിമിഷത്തിലേക്ക് വേദി വഴിമാറുന്നു. വിശപ്പ് കൊണ്ടും പട്ടിണി കൊണ്ടും ആ മണ്ണിൽ കൊല്ലാക്കൊല ചെയ്യുന്ന സയനിസത്തിന്റെയും ജുദായിസത്തിന്റെയും നരഭോജികളോടുള്ള ശക്തമായ പ്രതിഷേധമാണ് ഈ പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഐക്യദാർഢ്യത്തിന്റെ പ്രാർത്ഥനയുടെ സന്ദേശങ്ങളുമായി പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളന വേദി ഇതാ ഗസയിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യത്തിന്റെ വേദി കൂടിയായി മാറുന്നു. ആരംഭിക്കണം. വേദിയിൽ പ്രിയങ്കരനായ ആമുഖ പ്രഭാഷണം നടത്തിയ PK ഫിറോസ് ഉണ്ട്, അഡ്വക്കേറ്റ് റഹ്മത്തുള്ള സാഹിബ് അവറുകളുണ്ട്. അത് വിട്ടുപോയതാണ്, ക്ഷമിക്കണം എന്നറിയിക്കുകയാണ്. പ്രതിജ്ഞ ആരംഭിക്കുകയാണ്. ജൂതപ്പടയുടെ കുങ്കിന്റെ മുമ്പിൽ ശിരസ് കുനിക്കാതെ പൊരുതുന്ന ഫലസ്തീനിലെ ധീര സഹോദരങ്ങൾക്ക് ഞാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഈ ജില്ലാ സമ്മേളനത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. വിശ്വാസ പ്രമാണങ്ങളും ചരിത്രവും സാക്ഷി. അക്രമകാരിയായ ഒരു ഭരണാധികാരിയോടും കാലം കണക്ക് ചോദിക്കാതിരുന്നിട്ടില്ല. വംശവെറിയുടെ ആൾരൂപമായ നെതന്യാഹു നാളെ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. തീർച്ച. തീ തുപ്പും മാരകായുധങ്ങൾക്ക് മുമ്പിൽ തൗഹീദിന്റെ കരുത്തുകൊണ്ട് ഗസ എന്നൊരു തടവറയിൽ കാലിടറാതെ പതറാതെ പിറന്ന മണ്ണിൽ പിടിഞ്ഞു നിൽക്കുന്ന ഫലസ്തീൻ ജനതയോടൊപ്പം ഞാനും നിലകൊള്ളുന്നു. നീതിയും നിയമങ്ങളും സകലമാന അന്താരാഷ്ട്ര മര്യാദകളും കാറ്റിൽ പറത്തി ഭീകരമായ മനുഷ്യാവകാശ ലംഘനമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയും നെഹ്റുവും വഴികാട്ടിയ ചേരിചേര പ്രസ്ഥാനത്തിന് തേര് തെളിയിച്ച ഇന്ത്യ രാജ്യം എന്നും ഫലസ്തീൻ ജനതയോടൊപ്പമാണ്. വംശവെറിയന്മാർക്ക് സകലമാന പിന്തുണയും നൽകുന്ന അമേരിക്കൻ സാമ്രാജ്യത്വം തകരട്ടെ. ഭക്ഷണം പോലും ലഭിക്കാതെ പട്ടിണി മരണങ്ങളുടെ തുരുത്തായി ഗസ മാറുമ്പോൾ വിശ്വാസത്തിൻ്റെ കരുത്തുമായി പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് അന്തിമ വിജയം കൈവരിക്കാൻ
കഴിയട്ടെ എന്ന് ഞാനും സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. ഈ മണ്ണും എൻ്റെ മനവും ഫലസ്തീൻ പോരാളികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. മുസ്ലിം ലീഗ് സിന്ദാബാദ്! മുസ്ലിം ലീഗ് സിന്ദാബാദ്! Solidarity with Gaza! Solidarity with Gaza! Solidarity with Palestine! Solidarity with Palestine! Down with racism! Down with Zionism! Save Palestine! Save humanity! Muslim League Zindabad! Solidarity with Gaza! രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ മഹിത സംഭാവനകൾ സമർപ്പിക്കുന്ന പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ വലിയ തങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷ പിന്നോക്ക ദളിത് ജനതയുടെ ആശയവും ആവേശവുമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ രാഷ്ട്രീയകാര്യ സമിതി ചെയർമാൻ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയങ്കരനായ അധ്യക്ഷൻ, പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം മൗലവി അവർ, യോഗത്തിലെ മുഖ്യാതിഥി ജനാബ് പി കെ കുഞ്ഞാപ്പി സാഹിബ് അവർ, പി പി അബ്ദുൽ വഹാബ് സാഹിബ് എം പി, ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി, പി എം എ സലാം സാഹിബ്, അബൂബക്കർ സാഹിബ് എക്സ് എം എൽ എ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള എം എൽ എമാർ അടക്കമുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും ആദരണീയരായ നേതാക്കളെ, ഇവിടെ കൂടിയ പ്രിയ സഹോദരി സഹോദരന്മാരെ, 2-3 ദിവസങ്ങളിലായി ഇവിടെ നടന്നു വരുന്ന പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇന്ന് നടന്ന ബഹുജന റാലിയും അതേ തുടർന്നുള്ള പൊതുസമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. മഴ ഉണ്ടായെങ്കിലും ആ മഴയെ കൂസാതെ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ജില്ലയുടെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ കരുത്തുറ്റ പ്രവർത്തകന്മാരെ, സഹോദരിമാരെയും സഹോദരന്മാരെയും ഹാർദമായി അഭിനന്ദിക്കുകയാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അതിൻ്റെ ശക്തിയും ചൈതന്യവും തെളിയിച്ചുകൊണ്ട് തന്നെയാണല്ലോ മുന്നേറുന്നത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതിനെ ആത്മവിശ്വാസത്തോടെ പ്രതിരോധിച്ചുകൊണ്ട് സർവശക്തനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും മത സൗഹാർദ്ദവും സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കുക എന്നുള്ള ഉജ്ജ്വലമായ ആ ഒരു കീഴ്വഴക്കം അത് മുസ്ലിം ലീഗ് അതിൻ്റെ 7.5 പതിറ്റാണ്ട് പിന്നിട്ട ഈ കാലത്തും ഒരു വിധത്തിലുള്ള ഇടർച്ചയും കൂടാതെ നമ്മളത് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പാലക്കാട് ജില്ല നമുക്കറിയാം, തമിഴ്നാടിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ജില്ലയാണല്ലോ. തമിഴ്നാട് മഹാനായ ഖാദിം മുഹമ്മദ് ഇസ്മായിൽ സാഹിബിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പ്രദേശം, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ പുതുനഗരം മഹാനായ ഖാദിം മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് എന്നുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രഥമ പതാക ഉയർത്തിയ ഒരു പ്രദേശം കൂടിയാണ് പുതുനഗരം എന്ന് നമുക്കറിയാം. ലീഗിൻ്റെ ഏത് പ്രവർത്തനങ്ങൾ, നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും പുതുനഗരത്തിൽ വന്ന് ആ പ്രദേശത്തെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ മുസ്ലിം ലീഗും അതിൻ്റെ പോഷക സംഘടനകളും ഒക്കെ തന്നെ തയ്യാറാകാറുണ്ട്. അപ്പോൾ ആ പാലക്കാട് ജില്ലയുടെ ആ പ്രത്യേകത നമ്മളെല്ലാവരും അത് മനസ്സിലാക്കുകയാണ്. പുതുനഗരത്തിൽ നിന്നും നമ്മൾ കൊളുത്തിയെടുത്ത മുസ്ലിം ലീഗിൻ്റെ പ്രകാശം, ആ പ്രകാശം ഹൃദയത്തിലേറ്റി നടക്കുന്നത് കൊണ്ടാണ് ഈ കൊടും മഴയത്തും നിങ്ങൾ
ഒരു മടിയും കൂടാതെ പ്രയാസം കൂടാതെ ഈ സമ്മേളനത്തെ വിജയിപ്പിച്ചിട്ടുള്ളത് എന്നതിലും നമുക്കേറെ സന്തോഷമുണ്ട്. ഇവിടെ നേതാക്കന്മാരൊക്കെ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ദീർഘമായ സംസാരം ഉചിതമല്ല എന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളം തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സമയത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾക്കകം തന്നെ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിനുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും. ശാഖാതലങ്ങളിലും മണ്ഡലം തലങ്ങളിലും ജില്ലാതലങ്ങളിലും സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സെമി ഫൈനലായിട്ടാണല്ലോ നമ്മൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഒരു വലിയ ഫൈനൽ അതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് ശേഷം കേരളത്തിൽ നടക്കാനിരിക്കുകയാണ്. ആ ഫൈനൽ എന്നുള്ളത് അസംബ്ലി തെരഞ്ഞെടുപ്പാണ്. ഇടതുപക്ഷത്തിന് ഇവിടെ മെസ്സിയെ കളിപ്പിക്കുക എന്നുള്ള ഫൈനലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ കേരളത്തിന് UDF-നെ അധികാരത്തിലേറ്റാനുള്ള ഫൈനലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് ശേഷം ഇവിടെ നടക്കാനിരിക്കുന്നത്. അപ്പോൾ അതിൽ UDF-നെ നമുക്ക് അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. കേരളത്തെ നമുക്ക് രക്ഷിക്കേണ്ടതുണ്ട്. കേരളം ഏതാണ്ടൊരു 2 പതിറ്റാണ്ട് മുമ്പാണെന്ന് തോന്നുന്നു നൊബേൽ പ്രൈസ് ജേതാവായ ശ്രീ അമർത്യ സെൻ, ബംഗാളുകാരനായ അമർത്യ സെൻ ധനകാര്യ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, കേരളം വളരെ മുന്നോട്ടാണ് എന്ന്. UDF ഭരിക്കുന്ന സമയമാണ്. കേരളത്തിൻ്റെ ആരോഗ്യരംഗം, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം, കേരളത്തിൻ്റെ വ്യാവസായിക മേഖല, ഇതൊക്കെ തന്നെ ഒരു പുതിയ മോഡലായി, ഒരു കേരള മോഡൽ തന്നെ രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് നൊബേൽ പ്രൈസ് ജേതാവായ അമർത്യ സെൻ എന്ന് പറയുകയുണ്ടായി. ഇന്ന് അമർത്യ സെൻ നമ്മളോടൊപ്പമില്ല. ഇന്ന് അദ്ദേഹം ഉണ്ടായതെങ്കിൽ പറയുമായിരുന്നു, ഈ രംഗത്തൊക്കെ ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്ന് ആ സാമ്പത്തിക ശാസ്ത്രകാരൻ പറയുമായിരുന്നു. ആ രീതിയിൽ കേരളം വളരെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ അഭാവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഭരണത്തിന് വേണ്ടി, രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി സാമുദായിക സമവാക്യങ്ങളെപ്പോലും ഇവിടെ പരീക്ഷണ വിധേയമാക്കുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഇവിടുത്തെ ഭൂരിപക്ഷ ന്യൂനപക്ഷ സമൂഹങ്ങൾ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. അവർക്കിടയിൽ സംശയത്തിൻ്റെ നിഴൽ ഉണ്ടാകാൻ പാടില്ല. അത് കേരളത്തിൻ്റെ പാരമ്പര്യത്തിന് നിരക്കാത്തതാണ്. ഐക്യജനാധിപത്യ മുന്നണി അത് വളരെയേറെ മനസ്സിലാക്കുന്നുണ്ട്. 4 വോട്ടുകൾക്ക് വേണ്ടി സാമുദായിക സമവാക്യത്തെ അതിൽ വിള്ളൽ വരുത്തുക എന്നുള്ളത് UDF-ൻ്റെ ലക്ഷ്യമല്ല. അതുകൊണ്ട് തന്നെ UDF എല്ലാ വിഭാഗം ജനങ്ങളുമായും, ന്യൂനപക്ഷങ്ങളുമായും ഭൂരിപക്ഷമായും, ഹൈന്ദവ സമൂഹങ്ങളുമായി, മുസ്ലിം സമൂഹങ്ങളുമായി, ക്രൈസ്തവ സമൂഹങ്ങളുമായി അവരോടൊക്കെ തന്നെ യോജിച്ചുകൊണ്ടും അവരുടെയൊക്കെ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത്. സമാധാനം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലൂടെ മാത്രമേ നമുക്കൊരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്കറിയാം, ഈ 0-ൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. കേരളം 0-ൽ നിന്നും തുടങ്ങേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നിപ്പോൾ ഉള്ളത്. കേരളത്തിൻ്റെ ഏത് മേഖല പരിശോധിച്ച് നോക്കിയാലും അതാണുള്ളത്. പക്ഷേ UDF-ന് ഏറെ ആത്മവിശ്വാസമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലുള്ള UDF-ൻ്റെ ഭരണത്തിലൊക്കെ തന്നെ നമുക്കതാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങൾ ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഉണ്ടായി. അതിനു മുമ്പ് ഇവിടെ ഇടതുപക്ഷം ഭരിച്ചിരുന്നു. ഇടതുപക്ഷം ഭരിച്ച് പോയപ്പോൾ ഇവിടെ ഖജനാവ് ശൂന്യമായിരുന്നു. ആ ശൂന്യമായ ഖജനാവിനെയാണ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി സമ്പന്നമാക്കി മാറ്റിയത്. അന്ന് കേരളം ബഹുദൂരം, അതിവേഗം ബഹുദൂരം എന്നുള്ള ഉമ്മൻചാണ്ടിയുടെ മുദ്രാവാക്യം, അത് UDF-ൻ്റെ മുദ്രാവാക്യം, അത് കേവലം ഒരു വായ്ത്താരി മാത്രമായിരുന്നില്ല. അത് ഭരണത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. ജനങ്ങളോട് ചേർന്ന് നിന്ന് ഭരിക്കുകയാണ് നമ്മൾ ചെയ്തത്. ജനങ്ങളിൽ നിന്നുള്ള അകൽച്ചയല്ല. ഭരണകൂടവും ഭരണാധികാരികളും ജനങ്ങളിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ടുള്ള ഒരു സമീപനം
അത് ഒരിക്കലും തന്നെ ശരിയല്ല. UDF ജനങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സമീപനമാണ് എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദ്രുതഗതിയിൽ ആ പരിഹാരങ്ങൾ കണ്ടുകൊണ്ട് ജന മനസ്സിൽ ഇടം തേടുവാൻ UDFന് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പും ആ ഒരു നല്ല ഭാവിയിലേക്ക് കേരളത്തെ തിരിച്ചു കൊണ്ടുവരുവാനാണ് ശ്രമിക്കേണ്ടത്. ത്രിതല പഞ്ചായത്തിൽ ആ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാർഡ് കമ്മിറ്റികളാണെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു വലിയ ഉദാഹരണം പറയുകയാണെങ്കിൽ വലിയൊരു ടാങ്ക് കെട്ടുന്നു, ആ ടാങ്കിൽ നിന്ന് പൈപ്പ് ലൈൻ ഉണ്ടാക്കുന്നു, പൈപ്പ് ലൈൻ ഉണ്ടാക്കിയിട്ട് ഓരോ സ്ഥലത്തും ഓരോ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ ടാപ്പ് സ്ഥാപിക്കുന്നു. ടാങ്കിൽ വെള്ളമുള്ള കാലത്തോളം ആ ടാപ്പിനും വെള്ളം കിട്ടും. എന്നാൽ ആ ടാപ്പ് ശരിയാവണം. ടാപ്പ് കേട് വന്നാൽ ടാങ്കിൽ വെള്ളം ഉണ്ടായാലും വെള്ളം കിട്ടുകയില്ല എന്നതുപോലെയാണ് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും ഒക്കെ നിർദ്ദേശങ്ങളും എന്നതുപോലെ സർക്കുലറുകളും തീരുമാനങ്ങളും ഒക്കെ അറിയിക്കും. അത് നടപ്പിൽ വരുത്തേണ്ടത് അവിടെ വാർഡ് കമ്മിറ്റികളാണ്. അവരാണ് ജനങ്ങളോട് വോട്ടർമാരോട് ഏറ്റവും അടുത്ത് ഇടപഴകുന്നവർ. അപ്പോൾ വാർഡ് കമ്മിറ്റികളെ കൂടുതൽ പ്രവർത്തന നിരതമാക്കി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുവാനും അതുപോലെ അതിനുവേണ്ടി അവരെ ബോധവൽക്കരിക്കുവാനും മേൽഘടകങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമ്പോൾ ആ വലിയ ലക്ഷ്യങ്ങളൊക്കെ തന്നെ നമുക്കുണ്ടാക്കുവാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനാധിപത്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയാണ്. അടുത്ത കാലത്തായി ഇന്ത്യയിൽ കാണുന്ന പ്രവണത ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും വോട്ടുകൾ ഒരു പ്രത്യേകമായിട്ടുള്ള വിഭാഗത്തിന് ലഭിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രതിഫലിക്കപ്പെടുന്നില്ല. മറിച്ച് ഏതെങ്കിലും ഒരു അഭിപ്രായം ഇവിടെ മുഴച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി ഇന്ത്യയുടെ ജനാധിപത്യമാണ്. മറ്റു ലോകരാജ്യം ഇന്ത്യയുടെ ജനാധിപത്യത്തെ പഠന വിധേയമാക്കാറുണ്ട്, ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെ. അപ്പം അതിനൊക്കെ നിശബ്ദമാക്കുന്ന രീതിയിലാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ ഗൂഢാലോചനകളിലൂടെയും ഹിഡൻ മെക്കാനിസത്തിലൂടെയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവർക്ക് അനുകൂലമാക്കി മാറ്റുന്നു. തെരഞ്ഞെടുപ്പ് മേഖലയിൽ ഈ ഹിഡൻ അജണ്ട അത് അന്താരാഷ്ട്ര സമിതികൾ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. അങ്ങനെ പരിശോധിച്ചാൽ സത്യം വെളിച്ചത്ത് കൊണ്ടുവരുവാൻ സാധിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണം, വോട്ടവകാശം നമുക്ക് പ്രയോജനപ്പെടുത്തണം. അതിനുള്ള നല്ലൊരു പ്രചോദനവും പ്രേരണയും ഈ വലിയ ജില്ലാ സമ്മേളനത്തിലൂടെ നമുക്ക് ലഭിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സർവശക്തന്റെ തിരുനാമത്തിൽ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇന്ത്യൻ ജനാധിപത്യത്തിന് നവനൂറ്റാണ്ട് സംഭാവന ചെയ്ത പ്രഭാവം ആടിയിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളെ രാഷ്ട്രീയ പാടകം കൊണ്ട് ചെറുതുകൊണ്ടിരിക്കുന്ന അജീയ നേതാവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യപ്രഭാഷണം നടത്തുന്നു. സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. നീണ്ട പ്രസംഗമില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ ആ വാചകങ്ങൾ തങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ എന്തുണ്ടായോ അത് മുഴുവൻ പാലക്കാട് ജില്ലയിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. പാലക്കാട് ജില്ല ഒരുങ്ങിക്കഴിഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാറ പോലെ ഉറച്ചെന്ന് ഈ സംസ്ഥാനത്തിൻ്റെ ദുരിതം, ആ ദുരിത കയത്തിൽ നിന്ന് സംസ്ഥാനത്തെ മോചിപ്പിക്കും. തീർച്ചയായും മോചിപ്പിച്ചേ ഇനി കോട്ട മൈതാനിയിലെ പ്രതിജ്ഞയിൽ നിന്ന് നമ്മൾ പുറകോട്ടുള്ളൂ എന്ന് പറയാനുണ്ട്. ലോകത്ത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരത കാണിക്കുക നെതന്യാഹുവിൻ്റെ ആ ചിത്രം നമ്മുടെ മനസ്സിൽ ഉണങ്ങാത്ത വ്രണമായി നിൽക്കുകയാണ്. ചരിത്രം മാപ്പ് കൊടുക്കുകയില്ല. മാപ്പ് കൊടുക്കരുത് എന്ന് നമ്മൾ സർവശക്തനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലോകം മുഴുവൻ വെറുക്കുന്ന ഈ ആധുനിക യുഗത്തിൽ ഇങ്ങനൊരു ഭരണാധികാരി ഉണ്ടാവുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല. ആ ദുരന്തം നമ്മൾ കാണുകയാണ്. അതുപോലുള്ള പല ദുരന്തങ്ങളും ഈ രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം ഇനി ഈ നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് മോചിതമാവണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു.
പാലക്കാട് മണ്ഡലത്തിലെ ഇലക്ഷൻ നടന്നപ്പോൾ അവിടെ ജയിച്ചു കളരും എന്ന് പലരും കരുതി. എന്നാൽ എണ്ണമറ്റ വോട്ടിന് ഐക്യജനാധിപത്യ മുന്നണി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ശക്തമായ പിന്തുണയോടുകൂടി അവിടെ വിജയിച്ചു. വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഈ ചിത്രം നമുക്ക് കാണാം. അതിനുള്ള ഒരുക്കമാണ്. പാലക്കാട്ടുകാരോട് നിങ്ങൾ ഇനി അധികം ഇറങ്ങാറാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിലെ ചരിത്ര മഹാസമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കുന്ന ചന്ദ്രഗിരിയുടെ സ്പെഷ്യൽ സപ്ലിമെന്റിന്റെ പ്രകാശന കർമ്മ വേദികൾ നടക്കുകയാണ്. സമാദരണീയരായ പാലക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അതിന്റെ കോപ്പി കൈമാറിക്കൊണ്ട് അതിന്റെ പ്രകാശനം ഇവിടെ നിർവഹിക്കുകയാണ്. സാദരം ക്ഷണിക്കുന്നു. ഈ മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തമിഴ്നാട് മുസ്ലിം ലീഗിന്റെ സമാധാനീയനായ ജനറൽ സെക്രട്ടറി അബൂബക്കർ സാഹിബ് സംസാരിക്കുകയാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. கொட்டும் மழையிலும் கொள்கை முழங்கக்கூடிய இந்திய யூனியன் முஸ்லீம் லீக்கினுடைய பாலக்காடு ஜில்லா சம்மேளனத்தினுடைய தலைவர், ஜில்லா பிரசிடென்ட் மரைக்காயர் அவர்களே, அனைவர்களையும் வரவேற்றிருக்கக்கூடிய மாவட்ட செயலாளர் அட்வொகேட் சித்திக் அவர்களே, இந்த சம்மேளனத்தை துவங்கி வைத்து சிறப்பான ஒரு உரையினை ஆற்றியிருக்கக்கூடிய பாணக்காடு தந்த ஞானக்கடல் இந்திய யூனியன் முஸ்லீம் லீக்கினுடைய தேசிய PSC சேர்மன் பிரியப்பட்ட பாணக்காடு சையத் சாதிக் அலி ஷிஹாப் தங்கள் அவர்களே, தேசிய ஜெனரல் செக்ரட்டரி கேரளாவினுடைய சிங்கக்குட்டி பிரியப்பட்ட PK குஞ்சாலிக்குட்டி சாஹிப் அவர்களே, கேரளாவினுடைய சமஸ்தான ஜெனரல் செக்ரட்டரி பிரியப்பட்ட PMA சலாம் சாஹிப் அவர்களே, மன்னார்காடு MLA பிரியப்பட்ட சம்சுதீன் உள்ளிட்ட நேதாக்களே, மழை பொய்து கொண்டிருக்கின்றது, அதிகமாக பேசுவதற்கில்லை. பாலக்காட்டிலே ஒரு சிறப்பான ஒரு கூட்டம் நடந்து கொண்டிருக்கின்றது. இந்திய முஸ்லிம்கள் இஸ்ஸத்தோடும் கண்ணியத்தோடும் வாழ வேண்டும் என்று சொன்னால் இந்திய யூனியன் முஸ்லீம் லீக் என்ற பேர் இயக்கத்தை கட்டி காப்பதன் மூலமாகத்தான் நாட்டிலே ஜனநாயகம் தலைக்க முடியும். நாட்டிலே முஸ்லிம்கள் எல்லா உரிமைகளையும் பெற்றும் வாழ முடியும் என்பதை பிரகடனப்படுத்தக்கூடிய மாநாடாக இந்த மாநாடு அமைந்து கொண்டிருக்கின்றது. இந்திய யூனியன் முஸ்லீம் லீக் என்ற இயக்கம் 77 கொல்லமாக நாட்டினுடைய டெமோக்ரசி, நாட்டினுடைய ஜனாதிபத்திய முறையிலே வழிநடக்கக்கூடிய ஒரு சிறப்புக்குரிய இயக்கமாக இருந்து கொண்டிருக்கின்றது. பாராளுமன்றத்திலே முதல் பாராளுமன்றம் முதல் இன்று வரை நாம் எம்பிக்களை பெற்று நாட்டினுடைய முன்னேற்றத்திற்காக வேண்டி மிகப்பெரிய பங்களிப்பை செய்து கொண்டிருக்கின்றோம். எந்த பிரச்சனைகளை இந்திய முஸ்லிம்கள் சந்தித்தாலும் அவர்களுக்காக வேண்டி குரல் எழுப்பக்கூடிய பேரியக்கமாக இந்திய யூனியன் முஸ்லீம் லீக் இருந்து கொண்டு இருப்பதை நாம் மட்டும் சொல்லவில்லை, எல்லோரும் எல்லா நேரங்களிலும் சொல்லி வருகின்றார்கள். இன்று காலை சென்னையில் நடைபெற்ற ஒரு மாபெரும் கூட்டத்திலே காங்கிரசினுடைய முன்னாள் மத்திய நிதியமைச்சர் ப. சிதம்பரம் அவர்கள் சொல்லும் பொழுது இந்திய முஸ்லிம்களுடைய மாபெரும் இயக்கமாக இந்திய யூனியன் முஸ்லீம் லீக் இருந்து கொண்டிருக்கின்றது. அந்த இந்திய யூனியன் முஸ்லீம் லீக்கை வழிகாட்டக்கூடிய தலைவர்களாக மாபெரும் தலைவர்களாக இருந்து கொண்டிருக்கின்றார்கள். தமிழ்நாடு அரசாங்கத்தினுடைய மிகப்பெரிய விருதாக இருக்கக்கூடிய தகைசால் தமிழர் என்ற விருது நம்மளுடைய நேஷனல் பிரசிடென்ட் ப்ரொஃபசர் காதர் மைதீன் சாஹிப் அவர்களுக்கு தமிழ்நாடு கவர்மெண்ட் வழங்கி இருப்பது என்பது அவர் தகைசால் தமிழர் மட்டுமல்ல, தகைசால் இந்தியராக இருக்கின்றார் என்ற ஒரு மிகப்பெரிய ஆக்ரோஷமான பேச்சை அவர் பேசியிருக்கின்றார். எனவே அதிகமாக பேசுவதற்கு ஒன்றும் இல்லை. தமிழ்நாடு ஸ்டேட் முஸ்லீம் லீக்கின் சார்பாக, தமிழ்நாடு ராஜ்ய முஸ்லீம் லீக்கின் சார்பாக பாலக்காடு ஜில்லா கான்ஃபரன்ஸ்
வெற்றி பெற்று இந்திய முஸ்லிம்களுடைய பேரியக்கம் இந்திய யூனியன் முஸ்லீம் லீக்கினுடைய பணி தொடர்ந்து நடக்கும். வாழ்த்துக்கள், பாராட்டுக்கள் என கூறி வாய்ப்புக்கு நன்றி கூறி அமைகின்றேன். நன்றி. அஸ்ஸலாமு அலைக்கும். കേരളത്തിന്റെ മണ്ണിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അജയ്യമായി നേതൃത്വം നൽകുന്ന നമ്മുടെ ആദരണീയനായ നേതാവ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം സാഹിബ് ഈ മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നു, സാദരം ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയമുള്ള സഹപ്രവർത്തകർ, ഈ പാലക്കാട് ജില്ലയിൽ മുസ്ലിം ലീഗ് അജയ്യമായ രാഷ്ട്രീയ ശക്തിയാണ് എന്ന് പാലക്കാട് നഗരത്തിലൂടെ കടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും നേതാക്കളും തെളിയിച്ചു കഴിഞ്ഞൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതിനുശേഷം നടക്കുന്ന ഈ മഹത്തായ പൊതുയോഗം പ്രകൃതി പോലും ആകാശത്തിൽ നിന്ന് പനനീർ വർഷിച്ച് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അനുഗ്രഹം കൂടുതലായാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ മഴ കൊള്ളിക്കാൻ നിർത്താതെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും പാർട്ടിയുടെ ശക്തി തെളിയിച്ച നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ അഭിനന്ദനായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി പ്രിയങ്കരനായ ET മുഹമ്മദ് ബഷീർ സാഹിബ് MP, അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലും നമ്മളെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിക്ക് വേണ്ടി പ്രിയങ്കരനായ ബഷീർ കയെ ആദരപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ബഷീർ സാഹിബിനെ ക്ഷണിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ ന്യൂനപക്ഷ പിന്നോക്ക ദളിത് ജനതയുടെ ആശയവും ആവേശവുമായ നമ്മുടെ അഭിവന്ദ്യരായ നായകൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ സാഹിബ് MP ഈ മഹാസമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഭിനന്ദനായ നമ്മുടെ നേതാക്കൾ, ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ ജില്ലാ പ്രസിഡന്റ് മൽക്കാർ മാരായമംഗലം, നമ്മുടെ നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ സന്നിധായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവർകളും കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മളോട് പ്രതികൂലമായ കാലാവസ്ഥയിലാണെങ്കിൽ പോലും ഇവിടെ സന്നിധരായി സംസാരിച്ചു പോന്നു. ഇനി നമ്മുടെ സംഘടനയിലെ യുവരത്നങ്ങളെല്ലാം തന്നെ ഇവിടെയുണ്ട്. രണ്ട് വാക്കെങ്കിലും പറയാൻ അവരും സന്നദ്ധരായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ കൂടെ മുന്നോട്ട് നീങ്ങിയ ഒരു ജില്ലയാണിത്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എഴുതുമ്പോൾ പാലക്കാടിനെ, പരിസര പ്രദേശങ്ങളെ, പുതുനഗരത്തെ ഇതൊന്നും തന്നെ വിസ്മരിച്ചുകൊണ്ട് ലീഗിൻ്റെ ചരിത്രം എഴുതി പൂർത്തീകരിക്കാൻ പോലും സാധ്യമാവില്ല. ഉജ്ജ്വലമായ ഒരുപാട് പാരമ്പര്യങ്ങൾ രചിച്ച ഈ ജില്ല മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ എക്കാലത്തും ഏറ്റവും ജ്വലിച്ചു നിന്ന ഒരു പാരമ്പര്യമുള്ള ഈ ജില്ല ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും ഇത്രയെ ഭംഗിയായി ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്, അതിന് കരുത്ത് ഏകിയതിന് സർവശക്തനെ സ്തുതിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുക. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഓടിയെത്തി എങ്ങനെയെങ്കിലും ഈ പരിപാടിയിൽ കൂടണമെന്ന ആഗ്രഹം മാത്രമാണ് ഉള്ളത്. നിങ്ങളും എല്ലാ സംസാരങ്ങളൊക്കെ കേട്ട് ഇനിയും പ്രതികൂലമായ കാലാവസ്ഥ ആണെങ്കിൽ പോലും സംസാരങ്ങൾ കേൾക്കാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത് ഓരോ പാർട്ടിയും പ്രത്യേകമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നു തെരഞ്ഞെടുപ്പിന് നേരിടാൻ. എന്നാൽ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിന് പ്രത്യേകമായിട്ടുള്ള മുന്നൊരുക്കം ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. പഞ്ചായത്താണെങ്കിലും ശരി, അതുപോലെ അസംബ്ലിയിലും പാർലമെൻറ്റും ഒക്കെ ആണെങ്കിലും ശരി. കാരണം മുസ്ലിം ലീഗിന് നിർവഹിക്കാനുള്ള ദൗത്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനോടനുബന്ധമായ ഒരു രാഷ്ട്രീയമല്ല. മുസ്ലിം ലീഗ് സദാ ചലനാത്മകമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മനുഷ്യവർഗത്തിന് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ പാർലമെൻറ്റ് ജനാധിപത്യ സംവിധാനത്തിലൂടെ അല്ലാത്ത വിധത്തിലും എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. 24 മണിക്കൂർ എന്ന് പറയുന്ന വിധത്തിൽ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട്, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സദാ ചലനാത്മകമായി നിൽക്കുന്ന ആ പാരമ്പര്യത്തിന് വിശ്രമമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നാം പ്രതിനിധീകരിക്കുന്നത് ഒരു ഇലക്ഷനെയോ മറ്റ് സംവിധാനത്തെയോ അല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മാനവശാസ്ത്രം നേരിടുന്ന പ്രശ്നങ്ങൾ. മാത്രമല്ല, വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് നോക്കുന്ന സമയത്ത് സമുദായത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസപ്പെടുന്നവൻ്റെ പ്രശ്നങ്ങളും
പ്രാന്തവൽക്കരിക്കപ്പെടുന്നവൻ്റെ പ്രശ്നങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയത്തിലൂടെ തന്നെ എന്ന സിദ്ധാന്തത്തിൽ എത്തിച്ചേരുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെയാണ് ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകനും ഏത് സാഹചര്യം ഉണ്ടായിരുന്നാലും ശരി ആവേശപൂർവ്വം ആ ദൗത്യം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, നശ്വരമായ ഈ ലോകത്തിലെ ജീവിതത്തിനുള്ളിൽ അവസാനിക്കുന്നതല്ലെന്നും സ്ഥായിയായ ജീവിതത്തിലേക്കുള്ള പടവുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഉടമസ്ഥന്മാരെന്നുള്ള നിലയിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുക എന്നത് നമ്മുടെ ആവേശകരമായൊരു ബാധ്യതയാണ്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സംഘടന നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. സേവനങ്ങളാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ നിരന്തരം ഓരോ മുസ്ലിം ലീഗ് പ്രവർത്തകരും സ്വയം ഏറ്റെടുക്കുന്നു. വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നു. അങ്ങനെ വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയും ദൈവപ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഏറ്റവും ആവേശഭരിതരായ സുഹൃത്തുക്കളെല്ലാം തന്നെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മഹാസമ്മേളനത്തെ വൻ വിജയമാക്കിയ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഒരിക്കൽ കൂടി പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മഹാസംഗമത്തിന്, ഈ സമ്മേളനത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ ആദരണീയനായ ട്രഷറർ PA സലാം മാസ്റ്ററെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഒരു മഴ തോർന്നതുപോലെ ഒരു മഹാസമ്മേളനം അതിൻ്റെ സമാപനത്തിലേക്ക് പോവുകയാണ്. ഈ സമ്മേളന വിജയത്തിന് പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് താങ്ങും തണലും ഏകിയത് നാം ഇറക്കിയ ആപ്പ് മുഖേനയുള്ള ഫണ്ട് സമാഹരണമാണ്. ഈ ഫണ്ട് സമാഹരണത്തിൽ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നു, ഒന്നാം സ്ഥാനത്തെത്തുന്ന നിയോജകമണ്ഡലം, പഞ്ചായത്ത്, ശാഖ, KMCC ഘടകങ്ങളെ ആദരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പ്രഖ്യാപനം ഇപ്പോൾ നടത്തുകയാണ്. ആദരവ് ഇൻഷാ അല്ലാഹ്. ഇപ്പം നമുക്കറിയാം, ഈ പ്രതികൂലമായ കാലാവസ്ഥ നമ്മുടെ കുറേ പരിപാടികൾ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റൊരവസരത്തിൽ നല്ലൊരു നിറഞ്ഞ സദസ്സിൽ വെച്ച് നമുക്കതിൻ്റെ എല്ലാവിധത്തിലുള്ള ആദരവുകളും അർപ്പിക്കും ഇൻഷാ അല്ലാഹ്. നിയോജകമണ്ഡലം തലത്തിൽ പാലക്കാട് ജില്ലയിൽ ഈ ആപ്പ് ഫണ്ട് സമാഹരണത്തിൽ നിയോജകമണ്ഡലം തലത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഷൊർണൂർ നിയോജകമണ്ഡലമാണ്. രണ്ടാം സ്ഥാനത്ത് എത്തിയത് പട്ടാമ്പി നിയോജകമണ്ഡലമാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന നിയോജകമണ്ഡലം തൃത്താലയാണ്. പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് നെല്ലായ പഞ്ചായത്താണ്. രണ്ടാം സ്ഥാനത്തെത്തിയത് തിരുവേഗപ്ര പഞ്ചായത്താണ്. ചെർപ്പളശ്ശേരി നഗരസഭ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നഗരസഭയാണ്. ശാഖാ തലങ്ങളിൽ ഏറ്റവും ഫണ്ട് സമാഹരിച്ച ശാഖയായി വെസ്റ്റ് കൈപ്പുറം മാറിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് കപ്പൂർ പഞ്ചായത്തിലെ മണ്ണാരപ്പറമ്പ് ശാഖ എത്തുകയും പ്രത്യേക പരിഗണനയ്ക്ക് തച്ചങ്ങാട് ശാഖ അർഹയാവുകയും ചെയ്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ KMCCകളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ഒരു വലിയ സഹായമായി പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ നെടും തൂണായി നിന്ന അബുദാബി KMCCയാണ്. പ്രത്യേകം അഭിനന്ദനം അബുദാബി KMCC അറിയിക്കുകയാണ്. രണ്ടാം സ്ഥാനത്ത് ഖത്തർ KMCCയാണ്. മൂന്നാം സ്ഥാനത്ത് ബഹ്റൈൻ KMCCയാണ്. ഈ 3 KMCCകളെയും പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് ആദരിച്ചുകൊണ്ട് അബുദാബി KMCCക്ക് ഈ സ്റ്റേജ് നൽകുകയും ഖത്തർ KMCCക്ക് പ്രധാന ഗേറ്റ് നൽകുകയും ബഹ്റൈൻ KMCCക്ക് ജാഥ കടന്നു വന്ന ഗേറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പരാമർശിക്കപ്പെടേണ്ട പ്രത്യേക പഞ്ചായത്തുകൾ അബുദാബി KMCCയുടെ ഫണ്ട് സമാഹരണത്തിൽ ഏറ്റവും സഹായം ചെയ്ത തച്ചനാട്ടുകര പഞ്ചായത്ത്, കപ്പൂർ പഞ്ചായത്ത്, കോട്ടോപ്പടം പഞ്ചായത്ത് പ്രത്യേകം പരാമർശിക്കപ്പെടുന്നു. ഈ ഇനത്തിൽ വളരെ മുന്നിൽ നിന്ന ശാഖ അണ്ണാന്തൊടി മജീദ് സാഹിബിന്റെ ശാഖ അണ്ണാന്തൊടി ശാഖയാണ് എന്നുകൂടി സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവരെ ഇൻഷാ അല്ലാഹ് ആദരിക്കും എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ബഹുമാന്യനായ നജീബ് കാന്തപുരം MLA ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഒരു സ്മാർട്ട് ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും അത് കിട്ടുകയാണെങ്കിൽ ഈ സ്റ്റേജിന്റെ സമീപത്ത് ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റെഡ്മി സ്മാർട്ട് ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
കണ്ടുകിട്ടുന്ന ആരെങ്കിലും ഈ സ്റ്റേജിന്റെ സമീപത്ത് നിന്ന് ഏൽപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യനായ നജീബ് കാന്തപുരം MLA ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു വർഷക്കാലമായ അധ്വാനത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനം സമാപിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുക എന്ന ചുമതലയിലേക്ക് കടക്കുകയാണ്. ഈ സമ്മേളനം അതിൻ്റെ ഒരുക്കത്തിലും അതിൻ്റെ പെരുമയിലും അതിൻ്റെ സംഘാടനത്തിലും വളരെ മികച്ച നിലയിലാക്കാൻ വേണ്ടി ഇതിനോടൊപ്പം നിന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഈ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഞങ്ങളുടെ സഹഭാരവാഹികൾ, അതോടൊപ്പം തന്നെ യൂത്ത് ലീഗിന്റെ പ്രഗത്ഭരായ ഭാരവാഹികൾ, MSF ഭാരവാഹികൾ, കർഷക സംഘം, പ്രവാസി ലീഗ് തുടങ്ങി ഒട്ടേറെ MSF വനിതാ ലീഗ് അടക്കമുള്ള ദളിത് ലീഗ് തുടങ്ങി എല്ലാ സംഘടനകളും ഇതിന്റെ കൂടെ ഒന്നിച്ചു നിന്ന് ഇത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെയുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ വൈറ്റുകാട് ജില്ലയിൽ ഒരു ഘട്ടത്തിന് ശേഷമുള്ള ഒരു പുനഃസംഘടനയാണ് ഈ രംഗത്ത് പാലക്കാട് ജില്ലാ മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി യൂത്ത് ലീഗ് സജ്ജീകരിച്ചത്. നമുക്ക് വളരെ ആവേശകരമായ പ്രകടനമാണ് വൈറ്റുകാട് നടത്തിയത്. അതുപോലെ ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയും പരേഡിന് പുറമേയുള്ള വൈറ്റുകാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ തുടക്കം മുതലുള്ള പരിപാടി, ആദ്യം മുതലുള്ള പരിപാടി, അത് ഞങ്ങളുടെ കൺവെൻഷനുകളാണെങ്കിൽ ആദ്യം മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച പത്രപ്രവർത്തകർ, അതോടൊപ്പം തന്നെ ഫോട്ടോഗ്രാഫർമാർ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്തിയാണ്. പ്രത്യേകിച്ച് ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ബഹുമാന്യനായ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മരക്കാർ മാനായ മംഗലം നേതൃത്വം നൽകിയൊരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കവറേജാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ നൽകിയത്. ആ സന്തോഷം ഈ സന്ദർഭത്തിൽ പത്രപ്രവർത്തകരോട് രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഞങ്ങളെ പല സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ പരിപാടികളുടെ ഒരു റിപ്പോർട്ടിംഗ് മേഖലയിലുള്ള ഞങ്ങളുടെ സങ്കടം ഞങ്ങൾ അവരെ ബോധിച്ചപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞതും ഈ സമയം വരെ 3 ദിവസത്തെ സമ്മേളനത്തിന്റെ 2 ദിവസവും നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ കവറേജ് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിന് ബാക്കി നാളെയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ നന്ദി കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അതോടൊപ്പം വളണ്ടിയേഴ്സായി വന്ന ആളുകൾ, ഈ പരിപാടിക്ക് വെളിച്ചവും ശബ്ദവും നൽകിയ സൗദി, മനോഹരമായ ഈ മഴ പെയ്യുമ്പോഴും ലൈറ്റിനൊരു അപകടവും സംഭവിക്കാതെ, ശബ്ദത്തിനൊരു കുറവും സംഭവിക്കാതെ ഞങ്ങളുടെ വാഹനജാഥയിൽ 7 ദിവസവും ഞങ്ങളോടൊപ്പം നിന്ന, ഞങ്ങളുടെ പതാക ജാഥയോടൊപ്പം ഞങ്ങളോടൊപ്പം നിന്ന ആ സൗദി സൗണ്ടിന് ഈ സന്ദർഭത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ മനോഹരമായ സ്റ്റേജ് സംവിധാനം ചെയ്ത ഈ കസേരകൾ വന്നവർക്ക് ഒരു പ്രയാസവും കൂടാതെ ആയിരങ്ങൾക്ക് ഇരിക്കാവുന്ന സൗകര്യമൊരുക്കിയ ഈ സംവിധാനം, ആ സംവിധാനത്തിന് തങ്കത്തിന് ആ പേര് പോലെ തന്നെ തങ്കമായി തീരട്ടെ എന്നീ സന്ദർഭത്തിൽ പറയുകയാണ്, നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒട്ടേറെ ഇവിടെ കടന്നു വന്ന ആളുകൾക്ക് വെള്ളം കൊടുത്ത, സർബത്ത് നൽകിയ ആ സർബത്ത് അതിന്റെ പേര് തന്നെ അന്വർത്ഥമാക്കുന്ന രൂപത്തിൽ ഇവിടെ മലയോര STU, വഴിയോര കച്ചവടക്കാരുടെ STU,
പ്രത്യേകിച്ച് അവരെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ എടുത്തു നോക്കിയാൽ ഈ സമ്മേളനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങളോട് സഹകരിച്ച ഒരുപാട് ആളുകൾക്ക് നന്ദി രേഖപ്പെടുത്താനുണ്ട്. ഈ ജില്ലയിലെ എല്ലാ മേഖലകളിലും കടന്നു ചെന്ന ഞങ്ങളുടെ വാഹനജാഥ, ആ വാഹനജാഥയെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും അതോടൊപ്പം ഒന്നിനൊന്നായി ഒപ്പം നിന്ന ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഇവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ സമ്മേളനങ്ങൾ നടന്നു. അവിടെ ഞങ്ങൾക്ക് അനുവദിച്ച ഒട്ടേറെ ഓഡിറ്റോറിയങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഞങ്ങളോടൊപ്പം നിന്നവരുണ്ട്. പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കേണ്ട, നന്ദി പറയേണ്ട ആളുകളുണ്ട്. അതൊക്കെ മറ്റൊരു നിലക്കായി പോകരുത് എന്നുള്ളത് കൊണ്ട് ആ ആളുകൾക്കൊക്കെയുള്ള അകമഴിഞ്ഞ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നന്ദി കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആരെയും വിട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ET മുഹമ്മദ് ബഷീർ സാഹിബ്, അബൂബക്കർ സാഹിബ്, സലാം സാഹിബ്, ശംസുദ്ദീൻ MLA, കരീം സാഹിബ്, റഷീദ് സാഹിബ്, അങ്ങനെ തുടങ്ങി എല്ലാ അതിഥികളെയും എന്നോടൊപ്പം നിൽക്കുന്ന ഈ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിനൊപ്പം നിന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷത്തെ ഈ കഠിനാധ്വാനത്തിന്റെ സമാപനത്തിൽ എല്ലാവർക്കും മുസ്ലിം ലീഗിന്റെ മനസ്സ് നിറഞ്ഞ പ്രത്യേകിച്ച് സഹോദരിമാർക്ക് നൽകി യോഗം അവസാനിച്ചത് അറിയിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ ഈ സ്റ്റേജിൽ ഒന്നിരിക്കണം എന്നുകൂടി സൂചിപ്പിക്കുന്നു.